കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ് പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിപ്പോ +1 പുതുതായിട്ട് പഠിക്കുന്ന ഭാഗമൊന്നുമല്ല. 9ാം ക്ലാസ്സിൽ നമ്മൾ മോഷൻ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് അല്ലെ. 9ാം ക്ലാസ്സിൽ മോഷൻ പഠിച്ചത് മുതൽ നമ്മൾ പഠിച്ചിട്ടുള്ള 3 ഇക്വേഷൻസ് ഓഫ് മോഷനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്തത് പറയാനുള്ളത്. ഓക്കെ, 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. യെസ് അല്ലെ. അപ്പോ ആ ഇക്വേഷൻസ് ഓഫ് മോഷൻ സാർ എഴുതുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ ഡെറിവേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് ആണ് 3 V = U + AT. V = U + AT ഫസ്റ്റ് ഇക്വേഷൻ. കേൾക്കാത്തവരുണ്ടോ? അതായത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഈ സാധനം കേൾക്കാത്തതുണ്ടോന്ന് ചോദിക്കണം. ഈ ഇക്വേഷൻ V = U + AT കേൾക്കാത്തവരുണ്ടോ? ആരും തന്നെ ഉണ്ടാവില്ല. അതായത് നിങ്ങൾ +1 ഇത് കേൾക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുക. V = U + AT. ഫൈനൽ വെലോസിറ്റി = ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ആക്സലറേഷൻ ടു ടൈം. V = U + AT. പിന്നെ നമ്മൾ അടുത്ത ഇക്വേഷൻ S = UT + ½ AT². ഇത് കേൾക്കാത്തവരുണ്ടോ? S = UT + ½ AT². കേൾക്കാത്തവരില്ലല്ലോ. ഡിസ്പ്ലേസ്മെന്റ് S equals initial velocity into time plus ½ AT². അത് നമ്മൾ കേട്ടിട്ടുണ്ട്. Then V² = U² + 2AS എന്നുള്ള ഇക്വേഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്. V² = U² + 2AS എന്നുള്ള ഇക്വേഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്. അതെ, ഫൈനൽ വെലോസിറ്റി = ഇനീഷ്യൽ വെലോസിറ്റി സ്ക്വയർ പ്ലസ് 2 × ആക്സലറേഷൻ × ഡിസ്പ്ലേസ്മെന്റ്. ഈ 3 ഇക്വേഷൻസും ഈ ലൈഫിൽ കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നില്ല. നമ്മളെല്ലാവരും കേൾക്കില്ല, +1 അല്ലെങ്കിൽ 9. ഓക്കെ, യെസ്. അപ്പൊ ആ 3 ഇക്വേഷൻസ് ജസ്റ്റ് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കുക. യെസ്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ ഒരു ഇക്വേഷൻ ആണ്. ഈ 3 പുറമെ പുതിയ ഒരു ഇക്വേഷൻ ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ്. ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ്. അതിന് ഒരു ഇക്വേഷൻ നമ്മൾ പറയാൻ പോകണം. ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ് കേട്ടോ. അപ്പോ ഹെഡിങ് എഴുതി വെക്കുക നല്ല കുട്ടികളായിട്ട്. ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ് എന്നുള്ള ഹെഡിങ് എഴുതി വെക്കുക. ഓക്കെ, ഈ 3 ഇക്വേഷൻസ് സാറ് മാറ്റിയാണ് കേട്ടോ. ഈ 3 ഇക്വേഷൻസ് മാറ്റിയാണ് നമ്മൾ ഹെഡിങ് എഴുതുക. ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ്. ഓക്കെ, യെസ്. സാർ 3 ഇക്വേഷൻസ് മാറ്റി. യെസ് മക്കളെ, എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കാം. nth സെക്കൻഡ് എന്ന് പറയുമ്പോൾ n-ാമത്തെ സെക്കൻഡ് എന്നാണ് അർത്ഥം. ശരിയല്ലേ? nth സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഈ nth എന്നുള്ള കാര്യം നിങ്ങൾ ചിലപ്പോൾ കേട്ടുപരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. nth സെക്കൻഡ് എന്ന് പറയുമ്പോൾ n-ാമത്തെ സെക്കൻഡ് എന്നർത്ഥം. 5th അല്ലെ, 5th സെക്കൻഡ് എന്ന് പറയുമ്പോൾ 5-ാമത്തെ സെക്കൻഡ് എന്നാണ് അർത്ഥം കേട്ടോ. 6th സെക്കൻഡ് എന്ന് പറയുമ്പോൾ 6-ാമത്തെ സെക്കൻഡ് എന്നാണ് അർത്ഥം കേട്ടോ. 10th സെക്കൻഡ് എന്ന് പറയുമ്പോൾ 10-ാമത്തെ സെക്കൻഡ് എന്നാണ് അർത്ഥം. ഓക്കെ, അതൊക്കെ പോട്ടെ. യെസ്, 5th റാങ്ക് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സെക്കൻഡ് ഒക്കെ വിട്ടോ. 5th റാങ്ക് എന്ന് കേട്ടിട്ടുണ്ടോ? 5th റാങ്ക് കേട്ടിട്ടുണ്ടോ? 5-ാമത്തെ റാങ്ക് കാരണം ഈ 5th റാങ്കിന്റെ അർത്ഥം. അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ അപകടമാട്ടോ. അത് കേൾക്കാത്തതുണ്ടെങ്കിൽ അപകടം, വേറെ ഒന്നും സാറിന് പറയാനില്ല. 5th റാങ്ക്, 2nd റാങ്ക് 2-ാം റാങ്കുകാരൻ, 2-ാമത്തെ റാങ്കുകാരൻ. 3rd റാങ്ക് 3-ാം റാങ്കുകാരൻ. 4th 4-ാം റാങ്കുകാരൻ. 5th 5-ാം റാങ്കുകാരൻ. ഓക്കെ, അപ്പോ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട്. nth എന്ന് പറയുമ്പോൾ n-ാമത്തെ n-ാം റാങ്കുകാരൻ. nth റാങ്ക് എന്ന് പറയുമ്പോൾ n-ാം റാങ്കുകാരൻ. അപ്പൊ 5th റാങ്ക് എന്ന് പറയുമ്പോൾ 5-ാം റാങ്കുകാരൻ. ഓക്കെ, പോട്ടെ. അപ്പൊ 5th അല്ലെങ്കിൽ nth എന്നൊക്കെ പറയുമ്പോൾ n-ാമത്തെ എന്നാണ് അർത്ഥം കേട്ടോ. 5th എന്ന് പറയുമ്പോൾ 5-ാമത്തെ, 6th എന്ന് പറയുമ്പോൾ 6-ാമത്തെ, 7th എന്ന് പറയുമ്പോൾ 7-ാമത്തെ, 8th എന്ന് പറയുമ്പോൾ 8-ാമത്തെ. അപ്പൊ എന്ന് വന്നു കഴിഞ്ഞാൽ മുകളിൽ TH വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അത്രാമത്തെ, n-ാമത്തെ, 2-ാമത്തെ, 3-ാമത്തെ, അങ്ങനെ മത്തേകളാണ് കേട്ടോ. 2-ാമത്തെ, 3-ാമത്തെ അങ്ങനെ മത്തകളാണ് കേട്ടോ. അപ്പൊ ഈ nth എന്ന് പറയുന്നത് അതാണ്. nth എന്ന് പറയുമ്പോൾ n-ാമത്തെ. പോട്ടെ, സോറി. ഞാനൊരു സിമ്പിൾ ചോദ്യം ചോദിക്കാം കേട്ടോ. എല്ലാവരോടുമായിട്ട് ഒരു സിമ്പിൾ ആയിട്ടൊരു ചോദ്യം ചോദിക്കുന്നു. n-ാമത്തെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ എത്ര സെക്കൻഡ് ഉണ്ട്? n-ാമത്തെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ എത്ര സെക്കൻഡ് ഉണ്ട്? യെസ് പോരട്ടെ. n-ാമത്തെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ
n സെക്കൻഡ്സ് ഉണ്ട്. കുറെ പേര് ആൻസർ പറയുന്നു, കുറെ പേര് പറയുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല സാറിന്. എന്നാമത്തെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ n സെക്കൻഡ്സ് ഉണ്ടെന്നാണ് കുറെ പേര് ഇവിടെ ആൻസർ പറഞ്ഞത്. സോ എന്നാമത്തെ എന്ന് പറയുമ്പോൾ n സെക്കൻഡ്സ് ഉണ്ട്. പോട്ടെ, റൈറ്റ് കേട്ടോ. ഓക്കെ, സമ്മതിച്ചു. നിങ്ങൾ പറഞ്ഞു, ഞാൻ സമ്മതിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ സാറ് തിരിച്ച് അങ്ങോട്ട് ചോദ്യം ചോദിക്കുകയാണ്. ഓക്കെ, സാറ് തിരിച്ചു ചോദിക്കട്ടെ. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ പരീക്ഷ എഴുതി, ശ്രദ്ധിച്ചേക്കട്ടെ എല്ലാവരും. ക്ലാസ്സിൽ നിങ്ങൾ പരീക്ഷ എഴുതി, നിങ്ങളുടെ ഒരു കുട്ടിക്ക് 5ാം റാങ്ക് കിട്ടി, 5th റാങ്ക് കിട്ടി. ശ്രദ്ധിച്ചേക്കട്ടാ. അപ്പൊ നിങ്ങളൊരു കുട്ടിക്ക് എന്ത് കിട്ടി? 5ാം റാങ്ക് കിട്ടി. 5ാം റാങ്ക് എത്ര പേർക്ക് ഉണ്ടടാ? 5 പേർക്കുണ്ടാ? 5ാം റാങ്ക് എത്ര പേർക്കുണ്ട്? ഇതിന് സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ സ്വപ്നങ്ങളിൽ മാത്രമാട്ടാ. 5ാം റാങ്ക് എത്ര പേർക്കുണ്ട്? 5 പേർക്കുണ്ട്. ഇല്ല, ഒറ്റ ആൾക്കാണ് ഈ 5ാം റാങ്ക് ഉള്ളൂ. അല്ലേ? അതാണ് 10ാം റാങ്കുകാരെന്ന് പറയുമ്പോ 10 പിള്ളേർക്ക് ഉണ്ടാ? 10ാം റാങ്ക് നിങ്ങൾ പറ. 10ാം റാങ്ക് എന്ന് പറയുമ്പോ 10 പിള്ളേർക്ക് ഉണ്ടാ? ഒരാൾക്കുള്ളൂ. അല്ലെ? ഇപ്പൊ നമ്മള് എൻട്രൻസ് എക്സാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ കേട്ടിട്ടുണ്ടാവും. എൻട്രൻസ് എക്സാം ഇപ്പൊ കേരളം മൊത്തം കുറെ എക്സാം ഒക്കെ എഴുതി കേട്ടാ. നമുക്ക് 120ാമത്തെ റാങ്ക് കിട്ടി. 120ാമത്തെ റാങ്ക് കിട്ടി. 120ാമത്തെ റാങ്ക് എന്ന് പറയുമ്പോൾ 120 പേർക്ക് ഉണ്ടാ? 120ാമത്തെ റാങ്ക് ഇല്ല. ഒരൊറ്റ ആൾക്കുള്ളൂ. കേട്ടാ. യെസ്, അത് ഒറ്റ ആൾക്കാണ് എന്ത് ചെയ്യുന്നുള്ളൂ, അത് വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ സാറ് പറഞ്ഞതാ 120ാമത്തെ റാങ്ക് എന്ന് പറയുമ്പോ എത്ര പേരുണ്ട്? സാർ അങ്ങനെയാ പറഞ്ഞോടേ. 120ാമത്തെ റാങ്ക് എന്ന് പറയുമ്പോ എത്ര പേരുണ്ട്? ഒരാളുള്ളൂ. അല്ലെ? ഓക്കെ. അപ്പൊ എന്നാമത്തെ സെക്കൻഡിൽ എത്ര പേരുണ്ട്? nth സെക്കൻഡിൽ അപ്പൊ എത്ര പേരല്ല, സോറി, എത്ര സെക്കൻഡ് ഉണ്ട്? nth സെക്കൻഡിൽ അപ്പൊ എത്ര സെക്കൻഡ് ഉണ്ട് മക്കളെ? ഒറ്റ സെക്കൻഡ് ഉള്ളൂ. ശരിയാണോ തെറ്റാണോ? ക്ലിയർ ആയില്ലേ മക്കളെ? ക്ലിയർ ആയി. ഇതിനേക്കാൾ മികച്ച എക്സാമ്പിൾ സ്വപ്നങ്ങളിൽ മാത്രം. അപ്പൊ n സെക്കൻഡ്സ് ഉണ്ടോ അമലേ? nth സെക്കൻഡിൽ എത്ര സെക്കൻഡ്സ് ഉണ്ട്? nth സെക്കൻഡിൽ എത്ര സെക്കൻഡ്സ് ഉണ്ട്? പോയാ അപ്പൊ കാണാല്ലേ ആരും? 1 സെക്കൻഡ് ഉണ്ട് കേട്ടാ, 1 സെക്കൻഡ്. ഓക്കെ, സാർ പറഞ്ഞ മനസ്സിലായില്ലേ? 10ാം റാങ്കിൽ എത്ര പേരുണ്ട്? 10ാം റാങ്കുകാരിൽ എത്ര പേരുണ്ട്? സിമ്പിൾ, ഒരാളുള്ളൂ. അല്ലെ? 10ാമത്തെ റാങ്കുകാരൻ, 10ാമത്തെ 20ാമത്തെ റാങ്കുകാരിൽ ഒരാളുള്ളൂ. 50ാം റാങ്കുകാരൻ ഒരാളുള്ളൂ. 50ാമത്തെ റാങ്ക് ഒരാളുള്ളൂ. എന്നാമത്തെ സെക്കൻഡിൽ എത്ര സെക്കൻഡ് ഉണ്ട്? 1 സെക്കൻഡ് ഉള്ളൂ. 5ാമത്തെ സെക്കൻഡിൽ എത്ര സെക്കൻഡ് ഉണ്ട്? 5 ഉണ്ടാ? നോക്ക് പറ. 5ാം സെക്കൻഡിൽ 5 ഉണ്ടാ? 5 ഒരൊറ്റ സെക്കൻഡ് ഉള്ളൂ. 10ാമത്തെ സെക്കൻഡിൽ എത്ര സെക്കൻഡ് ഉണ്ട് മക്കളെ? 10ാമത്തെ, ഈ മത്തെ വരുമ്പോ ശ്രദ്ധിച്ചോളാം. 10ാം സെക്കൻഡിൽ എത്ര സെക്കൻഡ് ഉണ്ട്? 1 സെക്കൻഡ് ഉള്ളൂ. 20ാമത്തെ സെക്കൻഡിൽ എത്ര സെക്കൻഡ് ഉണ്ട്? 1 സെക്കൻഡ് ഉള്ളൂ. കേട്ടാ, 1 സെക്കൻഡ് ഉള്ളൂ. 50ാമത്തെ സെക്കൻഡിൽ ഒരൊറ്റ സെക്കൻഡ് ഉള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പൊ nth സെക്കൻഡിൽ എത്ര സെക്കൻഡ് ഉണ്ട് മക്കളെ? 1 സെക്കൻഡ് ഉള്ളൂ. ക്ലിയർ ആയോ സാർ പറഞ്ഞത്? nth സെക്കൻഡിൽ അപ്പൊ എത്ര സെക്കൻഡ് ഉള്ളൂ? 1 സെക്കൻഡ് ഉള്ളൂ. ക്ലിയർ ആയോ മക്കളെ? യെസ്. ഓക്കെ, അപ്പൊ അത് ഓക്കെ. അപ്പൊ നിങ്ങൾ പറഞ്ഞ തെറ്റി. നിങ്ങൾ ആദ്യം എന്താ പറഞ്ഞേ? nth സെക്കൻഡിൽ n സെക്കൻഡ്സ് ഉണ്ടെന്നാ പറഞ്ഞേ. ഞാൻ ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? nth സെക്കൻഡിൽ എത്ര സെക്കൻഡ് ഉണ്ട്? nth സെക്കൻഡിൽ എത്ര സെക്കൻഡ് ഉണ്ട്? ഒറ്റ സെക്കൻഡ് ഉള്ളൂ. ക്ലിയർ ആണല്ലോ? അത് ക്ലിയർ ആയി. ഇനി ശ്രദ്ധിക്കട്ടാ. നോക്ക് മക്കളെ, ശ്രദ്ധിച്ച് കേക്ക്. ഞാൻ ടൈം 0 നിന്ന് സ്റ്റാർട്ട് ചെയ്തു. 0 എന്ന് പറഞ്ഞ സമയത്ത് നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, 0 എന്ന് പറഞ്ഞ സമയത്ത് നിന്ന് സാറ് സ്റ്റാർട്ട് ചെയ്തു. 0 നിന്ന് സ്റ്റാർട്ട് ചെയ്തു. യെസ്, ടൈം 1 സെക്കൻഡ് എത്തി. 0 നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ടൈം 1 സെക്കൻഡ് എത്തി. കേട്ടാ, 0 നിന്ന് സ്റ്റാർട്ട് ചെയ്തു, 1 സെക്കൻഡ് എത്തി. ഓക്കെ, 0 നിന്ന് സ്റ്റാർട്ട് ചെയ്തു, 1 സെക്കൻഡ് എത്തി. മക്കളെ, ഈ സമയത്തിന് നമ്മൾ എന്ത് വിളിക്കും? ഇതാണ് നമ്മുടെ ആദ്യത്തെ സെക്കൻഡ്. ശരിയാണോ? ഇതാണ് ആദ്യത്തെ സെക്കൻഡ്. ശരിയാണെങ്കിലാണെന്ന് പറഞ്ഞു കേട്ടോ. ആദ്യത്തെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ എവിടെ മുതൽ എവിടെ വരെയുള്ള സമയം? ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ മുതൽ എവിടെ വരെയുള്ള സമയം? നമ്മൾ 0 നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ശ്രദ്ധിച്ചേക്ക്, ഇതൊക്കെ സിമ്പിൾ സാധന. ടൈം 0 നിന്ന് ആരംഭിച്ചു. 0 ടൈമിൽ നിന്ന് ആരംഭിച്ചു. ഓക്കെ, 1 സെക്കൻഡ് സമയമായെങ്കിൽ അതിനുള്ളിൽ എത്ര സെക്കൻഡ് കഴിഞ്ഞു? ആദ്യത്തെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഏത് സമയമാണ്? നിങ്ങൾ ആദ്യത്തെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഏത് സമയം എന്ന് പറയാ? പറ. ആദ്യത്തെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഏത് സമയമാണ്? ഈ 0 മുതൽ 1 സെക്കൻഡ് വരെയുള്ള സമയമല്ല ആദ്യത്തെ സെക്കൻഡ്. ശരിയാണോ? ആദ്യത്തെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ എന്താ? 0 മുതൽ 1 സെക്കൻഡ് വരെയുള്ള സമയം. മക്കളെ, 1 സെക്കൻഡ് കഴിഞ്ഞ് ടൈം 2 സെക്കൻഡ് ആയി. 2 സെക്കൻഡ്. രണ്ടാമത്തെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഏത് സമയമാണ്? ആരൊക്കെ തമ്മിലുള്ള സമയം? രണ്ടാമത്തെ സെക്കൻഡ്. പറ, രണ്ടാമത്തെ സെക്കൻഡ് ആരൊക്കെ തമ്മിലുള്ള സമയം?
പറ, നിങ്ങൾക്കറിയാം. യെസ്, ഇവിടെ മുതൽ അവിടെ 0 മുതൽ 2 അല്ല, 0 മുതൽ 2 അല്ല, 1 മുതൽ രണ്ടാമത്തെ വരെയുള്ള സമയമാണ് രണ്ടാമത്തെ സെക്കൻഡ്. രണ്ടാമത്തെ സെക്കൻഡ് 1 to 2. ഇനി 2 നിന്ന് 3 സെക്കൻഡ് ആകുമ്പോഴാണ് എത്രാമത്തെ സെക്കൻഡ്? 2 സെക്കൻഡിൽ നിന്ന് 3 സെക്കൻഡ് ആവുന്ന സമയമാണ് എത്രാമത്തെ സെക്കൻഡ് മക്കളെ? മൂന്നാമത്തെ സെക്കൻഡ്. സോ ദിസ് ഈസ് തേർഡ് സെക്കൻഡ്, ദിസ് ഈസ് സെക്കൻഡ് സെക്കൻഡ്, ദിസ് ഈസ് ഫസ്റ്റ് സെക്കൻഡ്. ഇതൊക്കെ ഭയങ്കര ലോക്കലാണ് കേട്ടോ ഈ പോയിന്റുകളൊക്കെ. വലിയ ഭീകരമൊന്നും പറയില്ല കേട്ടോ. ഈ സാധനങ്ങളൊക്കെ ഭയങ്കര ലോക്കൽ പോയിന്റുകളാണ്. ഇപ്പൊ നോക്കട്ടെ, നിങ്ങൾ വേണ്ട, നിങ്ങൾ ക്രിക്കറ്റ് കളി കണ്ടാ? എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ ക്രിക്കറ്റ് കളി കണ്ടാ? എല്ലാവരും ക്രിക്കറ്റ് കളി കണ്ടാ? ബോയ്സ്, ഈ ബോയ്സിന് സാർ എത്ര എക്സാമ്പിൾസ് പറഞ്ഞതൊക്കെ, എത്ര വെറൈറ്റി പറഞ്ഞത് ശ്രദ്ധിക്കട്ടെ. ക്രിക്കറ്റ് കളി ഉണ്ടോ? ഓക്കെ, കണ്ടോ? ഫസ്റ്റ് ബോളർ എഴുതാ ക്രിക്കറ്റ് ബോർഡിൽ. ഫസ്റ്റ് ബോളർ കഴിഞ്ഞാൽ സ്കോർ ബോർഡിൽ എന്ത് എഴുതാ? ഞങ്ങളുടെ നാട്ടില് 0.1 എഴുതും. 0.1 അല്ലെ? 0.1, 0.2, 0.3, 0.4, 0.5, 0.6. 0.6 വരെ എന്ത് എഴുതും? 0.6 വരെ 6 ബോൾ കഴിഞ്ഞാൽ 1 എഴുതും. ഈ ഫസ്റ്റ് ഓവർ എന്ന് പറയുമ്പോൾ എത്ര ബോളാ, അല്ലെങ്കിൽ എവിടെ മുതൽ എവിടെ വരെ ഈ ഫസ്റ്റ് ഓവർ? ഫസ്റ്റ് ഓവർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 6 ബോൾ, ശരിയാണോ? ആദ്യത്തെ 6 ബോൾ അല്ലേ ഫസ്റ്റ് ഓവർ? അതായത് 0-1 മുതൽ 1 വരെ. ശരിയാണല്ലോ മക്കളെ? ആണോ? ക്രിക്കറ്റ് കളിയേക്കാൾ വലിയ എക്സാമ്പിൾ വേറെ ഇല്ലെന്ന് പറയാം. രണ്ടാമത്തെ ഓവർ എവിടെ നിന്നോട്ടാ സ്റ്റാർട്ട് ചെയ്യാ? 1.1. 1.1 സ്കോർ ബോർഡിൽ ഇത് എത്രാമത്തെ ഓവറാണ്? ഇത് എത്രാമത്തെ ഓവറാ പൊന്നുമക്കളെ? അറിയില്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും മണ്ടന്മാരാന്ന് പറയട്ടാ. 1.1 ക്രിക്കറ്റിന്റെ സ്കോർ ബോർഡിൽ ഇത് എത്രാമത്തെ ഓവറാ? രണ്ടാമത്തെ ഓവറാ. ശരിയല്ലേ? 1.1, 1.2, 1.3, 1.4, 1.52. അപ്പൊ രണ്ടാമത്തെ ഓവർ എവിടെ മുതൽ എവിടം വരെയാ? രണ്ടാമത്തെ ഓവർ എവിടെ മുതൽ എവിടം വരെയാണ്? 1 നിന്ന് 2 വരെ. ശരിയല്ലേ? 1 നിന്ന് 2 വരെ. അതല്ലേ രണ്ടാമത്തെ ഓവർ? അല്ലടാ, അല്ലേ? ക്രിക്കറ്റ് കളി കണ്ടോര് പഠിക്കടേ. അയ്യേ, അറിയല്ല എന്നൊന്നും പറയല്ലേ. അപ്പോ 1 പോയിന്റ് സംതിങ് നിന്ന് 2 വരെ രണ്ടാമത്തെ ഓവറാ. ശരിയല്ലേ? 2.1 എന്ന് പറയുമ്പോൾ എത്രാമത്തെ ഓവറാ? 2.1 എന്ന് പറയുമ്പോൾ എത്രാമത്തെ ഓവർ സ്റ്റാർട്ട് ചെയ്തു? മൂന്നാമത്തെ ഓവർ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ 2 മുതൽ 3 വരെയുള്ള മൂന്നാമത്തെ ഓവർ. ശരിയാണോ? മൂന്നാമത്തെ ഓവർ. ശരിയാണോ? ബോയ്സിന് അത് കിട്ടിയിട്ടുണ്ടാവുണ്ടാ, ഗേൾസിന് എനിക്ക് അറിയില്ല. ഗേൾസ് ക്രിക്കറ്റ് കളി കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോ ക്രിക്കറ്റ് കളി കണ്ടവർക്ക് ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ തെറ്റില്ല. ക്രിക്കറ്റ് കളി കണ്ടവർക്ക് തെറ്റില്ല. അപ്പൊ ഫസ്റ്റ് ഓവർ എന്ന് പറയുമ്പോൾ 0 മുതൽ 1 എഴുതണ വരെയാണ്. സെക്കൻഡ് ഓവർ എന്ന് പറയുമ്പോൾ 1 to 2. തേർഡ് ഓവർ എന്ന് പറയുമ്പോൾ 3 to 4. ശരിയല്ലേ? അല്ല സോറി, 2 to 3 തേർഡ് ഓവർ. ശരിയല്ലേ? യെസ്. അപ്പൊ ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ എവിടെ മുതൽ എവിടെ വരെയുള്ള സമയം? ഫസ്റ്റ് സെക്കൻഡ് വേണ്ട. ഫുട്ബോൾ കളി കണ്ടിട്ടുണ്ടാ? അതെങ്കിലും ഫുട്ബോൾ കളി കണ്ടിട്ടുണ്ടാ? അതെങ്കിലും കേട്ടാ. 0-0 വിസിൽ സ്റ്റാർട്ട് ചെയ്തു. സമയം ശ്രദ്ധിക്കട്ടാ. 0-0 വിസിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 മിനിറ്റ് എത്ര വരെ? അത് ആദ്യത്തെ മിനിറ്റ് അല്ലേ? ശരിയല്ലേ? ആദ്യത്തെ മിനിറ്റിൽ ഗോൾ അടിച്ചു പറയുമ്പോൾ ഏത് സമയത്ത് ഗോൾ അടിച്ചിട്ടുണ്ടാവുക? ആദ്യത്തെ മിനിറ്റ് എന്ന് പറയുമ്പോൾ ഏത് സമയമാണ്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ കളി കണ്ടവരോട് ഞാൻ ചോദിക്കണം, ആദ്യത്തെ മിനിറ്റ് എന്ന് പറയുമ്പോൾ 0 മുതൽ 1 മിനിറ്റ് വരെയുള്ള അല്ലേ ആദ്യത്തെ മിനിറ്റ്? അല്ലെ? കളി തുടങ്ങിയ ശേഷം 1 മിനിറ്റ് വരെയാണല്ലോ ഈ ആദ്യത്തെ മിനിറ്റ്. രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ എന്താ? 1 to 2 ആണ്. ശരിയാണോ? 1 to 2 ആണ് രണ്ടാമത്തെ മിനിറ്റ്. ശരിയല്ലടാ? ശരിയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് പറയാം. ആദ്യത്തെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ എവിടെ മുതൽ എവിടെ വരെയുള്ള സമയമാണ്? ആദ്യത്തെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ എവിടെ മുതൽ എവിടെ വരെയുള്ള സമയമാണ്? പറ. 0 മുതൽ 1 സെക്കൻഡ് വരെ. അപ്പൊ സാധനം കറക്റ്റ് ആയിട്ട് എഴുതുന്നുണ്ടാ. ആദ്യത്തെ സെക്കൻഡ് എന്ന് പറയുമ്പോ 0 മുതൽ 1 സെക്കൻഡ് വരെ. 0 മുതൽ 1 സെക്കൻഡ് വരെ ആദ്യത്തെ സെക്കൻഡ്. ശരിയല്ലേ? 0 മുതൽ 1 സെക്കൻഡ് വരെ. ഡൗട്ട് ഉണ്ടോ? അപ്പൊ 0 മുതൽ 1 സെക്കൻഡ് വരെ ആദ്യത്തെ സെക്കൻഡാ? അല്ലടാ മക്കളെ, ആദ്യത്തെ സെക്കൻഡാ. 1 മുതൽ 2 വരെ എത്രാമത്തെ സെക്കൻഡാ? ഇത് ഫസ്റ്റ് സെക്കൻഡാ. 1 മുതൽ 2 വരെ അത് സെക്കൻഡ് സെക്കൻഡാ. മൂന്നാമത്തെ സെക്കൻഡ് മുതൽ 4ാമത്തെ സെക്കൻഡ് വരെ അത് എത്രാമത്തെ സെക്കൻഡാ? അയ്യോ, അത് വേണ്ട. 2 സെക്കൻഡ് മുതൽ 3 സെക്കൻഡ് വരെ അത് എത്രാമത്തെ സെക്കൻഡാ? പറ. 2 സെക്കൻഡ് മുതൽ 3 സെക്കൻഡ് വരെ അത് എത്രാമത്തെ സെക്കൻഡാ? മൂന്നാമത്തെ സെക്കൻഡാ. കേട്ടാ? ശ്രദ്ധിച്ചാ? അപ്പൊ ശ്രദ്ധിക്കട്ടാ. 0 സെക്കൻഡ് മുതൽ 1 സെക്കൻഡ് വരെ ഫസ്റ്റ് സെക്കൻഡ്. 1 സെക്കൻഡ് മുതൽ 2 സെക്കൻഡ് വരെയുള്ള ടൈം ഗ്യാപ്പ് ആണ് സെക്കൻഡ് സെക്കൻഡ്. 2 സെക്കൻഡ് മുതൽ 3 സെക്കൻഡ് വരെയുള്ള ടൈം ഗ്യാപ്പ് ആണ് മൂന്നാമത്തെ സെക്കൻഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ. ഫസ്റ്റ് സെക്കൻഡ് ആർക്ക് തമ്മിലുള്ള? 0 മുതൽ 1 വരെ. സെക്കൻഡ് സെക്കൻഡ് ആര് തമ്മില? 1 to 2 വരെ.
മൂന്നാം സെക്കൻഡ് ആര് തമ്മിലാ? 2 നിന്നും 3 വരെ. നാലാം സെക്കൻഡ് ആര് തമ്മിലായിരിക്കും? അപ്പൊ പറഞ്ഞേ, നാലാം സെക്കൻഡ് ആര് തമ്മിലായിരിക്കും? 3 നിന്ന് 4 വരെ. 3 നിന്ന് 4 വരെ. അഞ്ചാം സെക്കൻഡ് എവിടെ മുതൽ എവിടെ വരെ ആയിരിക്കും? അഞ്ചാമത്തെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ആ സെക്കൻഡ് 4 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് വരെ. 10ാമത്തെ സെക്കൻഡ് എവിടെ ആയിരിക്കും? ആലോചിച്ച് പറ. 10ാമത്തെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ എവിടെ മുതൽ എവിടെ ആയിരിക്കും? 9 മുതൽ 10 വരെ. ഇത് സംശയമുള്ളവരുണ്ടാവും. 10ാം സെക്കൻഡ് എന്ന് പറയുമ്പോൾ 9 മുതൽ 10 വരെ. ശരിയല്ലേ? ശരിയാണ് അല്ലെ? യെസ്. അപ്പോ അതാണ് ഈ 10ാം. 20ാമത്തെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ എവിടെ മുതൽ എവിടെ വരെയാണ്? നോക്ക്, എളുപ്പമാണ്. 20ാമത്തെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ 19 മുതൽ 20 വരെ. ഒന്ന് കുറയ്ക്കുക, അവിടെ മുതൽ അവിടെ വരെ. 20ാമത്തെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ 19 സെക്കൻഡ് മുതൽ 20 സെക്കൻഡ് വരെയുള്ള ആ സെക്കൻഡാണ് 20ാമത്തെ സെക്കൻഡ്. 20ാമത്തെ സെക്കൻഡിൽ എത്ര സെക്കൻഡ് ഉണ്ട്? ചോദ്യട്ടാ. 20ാമത്തെ സെക്കൻഡിൽ എത്ര സെക്കൻഡ് അടങ്ങിയിട്ടുണ്ട്? 1 സെക്കൻഡ് അടങ്ങിയിട്ടുള്ളതാ. 20ാമത്തെ സെക്കൻഡിൽ 1 സെക്കൻഡ് ഉള്ളൂ. അത് ഏത് സെക്കൻഡാ? എവിടെ മുതൽ എവിടെ വരെയുള്ള സെക്കൻഡാ? 19 മുതൽ 20 വരെയുള്ള സെക്കൻഡാ. 50ാമത്തെ സെക്കൻഡ്, നിങ്ങൾ പറ. 50ാമത്തെ സെക്കൻഡിൽ എത്ര സെക്കൻഡ് അടങ്ങിയിട്ടുണ്ട്? ആലോചിച്ച് പറ. എല്ലാവരും പറയണം. 50ാമത്തെ സെക്കൻഡിൽ എത്ര സെക്കൻഡ് ഉണ്ട്? 1 സെക്കൻഡ് ഉണ്ട്. അത് ഏത് സെക്കൻഡാ? എവിടെ മുതൽ എവിടെ വരെയുള്ള സെക്കൻഡ്? അത് 50ാമത്തെ എന്ന് പറയുമ്പോൾ 49 മുതൽ 50 വരെ. എന്ത് സിമ്പിളാ നോക്ക്. 100ാമത്തെ സെക്കൻഡ് 99 മുതൽ 100 വരെയുള്ള ആ സമയത്തിനാണ് 100ാമത്തെ സെക്കൻഡ്. 99 സെക്കൻഡ് മുതൽ 100 സെക്കൻഡ് വരെയുള്ള ആ ഒരൊറ്റ സെക്കൻഡ് ഗ്യാപ്പിനെയാണ് 100ാമത്തെ സെക്കൻഡ് എന്ന് വിളിക്കുന്നത്. ശരിയാണെങ്കിലാണ് ആണോ? യെസ്. ഓക്കെ. അപ്പൊ nth സെക്കൻഡിൽ എത്ര സെക്കൻഡ് ഉണ്ട്? ആലോചിച്ച് പറ. nth സെക്കൻഡിൽ എത്ര സെക്കൻഡ് ഉണ്ട്? 1 സെക്കൻഡ് അല്ലേ? ഏത് സെക്കൻഡ് അത്? എവിടെ മുതൽ എവിടെ വരെയുള്ള സെക്കൻഡാ? ആലോചിച്ച് പറഞ്ഞേ. എവിടെ മുതൽ എവിടെ വരെയുള്ള സെക്കൻഡ് ആയിരിക്കും അത്? എവിടെ മുതൽ എവിടെ വരെ? യെസ്, n-1 മുതൽ n വരെ. ശരിയാണോ? n-1 മുതൽ n വരെ. ശരിയാണോ? അല്ലേ? 10ാമത്തെ എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു? 9 to 10. 10ാമത്തെ 9 to 10 ആയിരുന്നു. 20ാമത്തെ സെക്കൻഡ് എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു? 20ാമത്തെ സെക്കൻഡ് എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു? 19 മുതൽ 20 വരെ. കേട്ടോ? ഒന്ന് കുറയ്ക്കുക, അത്രേ വേണ്ടോ? അപ്പൊ nth സെക്കൻഡ് എവിടെ മുതൽ എവിടെ വരെ? n-1 മുതൽ n വരെ. ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? യെസ്. അപ്പൊ സാർ അത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോ സാറ് പറഞ്ഞത് കൺക്ലൂഡ് ചെയ്യുന്നു. എന്താ കൺക്ലൂഡ് ചെയ്യണേ? nth സെക്കൻഡിൽ എത്ര സെക്കൻഡ് ഉണ്ട്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. nth സെക്കൻഡിൽ എത്ര സെക്കൻഡ് ഉണ്ട്? എല്ലാവർക്കും മനസ്സിലായെന്ന സാർ വിചാരിക്കണം. മനസ്സിലാവുന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടാ. nth സെക്കൻഡിൽ എത്ര സെക്കൻഡ് ഉണ്ട്? 1 സെക്കൻഡ് ഉണ്ട്. അത് എവിടെ മുതൽ എവിടം വരെയുള്ള സെക്കൻഡ് ആണ്? ഒന്ന് കുറയ്ക്കുക. n-1 മുതൽ n വരെയുള്ള സെക്കൻഡ് ആണ്. ക്ലിയർ? യെസ്. ഓക്കെ. ശ്രദ്ധിക്കട്ടോ സാർ ഞാൻ അടുത്ത് പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കട്ടോ. യെസ്. സാറ് നോക്ക്, ഇവിടുന്ന് ആരംഭിക്കുന്നു. ഇത് സാറാണെന്ന് വിചാരിക്കാം. യെസ്. ഇവിടുന്ന് ആരംഭിച്ചു. ഞാനൊരു യാത്ര പോവാം. ഓക്കെ. യെസ്. സാർ ഇവിടുന്ന് ആരംഭിക്കണേ. ടൈം 0 ആരംഭിക്കണേ. സാറ് സ്റ്റോപ്പ് വാച്ച് കൊണ്ട് നടക്കണമെന്ന് വിചാരിച്ചോ. സ്റ്റാർ അമർത്തി. അപ്പൊ ടൈം 0 സാറ് നടക്കാൻ ആരംഭിക്കണേ. ഓക്കെ. 1 സെക്കൻഡ് എത്തിയപ്പോ സാർ ഇവിടെ എത്തി. കേട്ടോ? 1 സെക്കൻഡ് എത്തിയപ്പോ സാർ ഇവിടെ എത്തി. ശ്രദ്ധിക്കട്ടോ. 1 സെക്കൻഡ് എത്തിയപ്പോ ഇവിടെ എത്തി. 2 സെക്കൻഡ് മൊത്തം എത്തിയപ്പോ സാർ ഇവിടെ എത്തി. മൊത്തം 2 സെക്കൻഡ് ആയപ്പോ ഇവിടെ എത്തി. 3 സെക്കൻഡ് ആയപ്പോ സാർ ഇവിടെ എത്തി. 4 സെക്കൻഡ് ആയപ്പോ സാർ ഇവിടെ എത്തി. 4 സെക്കൻഡ് ആയപ്പോ ഇവിടെ എത്തി. ക്ലിയർ ആണോ? വരച്ചതിലൊന്നും ആർക്കും സംശയമില്ലല്ലോ. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇത് ടൈം = 0, 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 സെക്കൻഡ്. ഓക്കെ. ടോട്ടൽ 4 സെക്കൻഡ് കൊണ്ട് ഞാൻ എവിടെ എത്തി? ആലോചിച്ച് പറ. ടോട്ടൽ 4 സെക്കൻഡ് കൊണ്ട് ഞാൻ ഇവിടെ മുതൽ ഇവിടെ വരെ എത്തി അല്ലെ? ശരിയാണ്. ടോട്ടൽ 4 സെക്കൻഡ് സമയം കൊണ്ട് ഞാൻ എവിടെ എത്തിയടാ മക്കളെ? ടോട്ടൽ 4 സെക്കൻഡ് എന്ന് പറയുമ്പോ മൊത്തം 4 സെക്കൻഡ് കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇവിടെ എത്തി. ശരിയല്ലേ? ശരിയാണെങ്കിലാ. ടോട്ടൽ 3 സെക്കൻഡ് കൊണ്ട് സാർ ഇവിടെ എത്തി. 3 സെക്കൻഡ് കൊണ്ട് സാർ ഇവിടെ എത്തി. 3 സെക്കൻഡ് കൊണ്ട് ഇവിടെ മുതൽ ഇവിടെ വരെ എത്തി. ശരിയാണോ? യെസ്. ടോട്ടൽ 2 സെക്കൻഡ് കൊണ്ട് എവിടെ എത്തി? 2 സെക്കൻഡ് കൊണ്ട് സാർ ഇവിടെ മുതൽ ഇവിടെ വരെ എത്തി. ശരിയാണോ? 1 സെക്കൻഡ് കൊണ്ട് സാർ എത്തി. ഇവിടെ വരെ എത്തി. ക്ലിയർ ആണല്ലേ? ഈ പറഞ്ഞ എക്സാമ്പിൾ ആർക്കെങ്കിലും സംശയം എന്താ? ഇതൊന്നും സംശയം വരാൻ മാത്രം, ഇതൊന്നും മനസ്സിലാവാതിരിക്കാൻ മാത്രമുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് 5ാം ക്ലാസ് ലെവലാത്.
കേട്ടോ. നിങ്ങൾ +1 ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ ഇരുന്നിട്ടില്ല, അതിന് കാരണം എനിക്ക് കിട്ടുന്നില്ല എന്നൊന്നും പറഞ്ഞിരിക്കേണ്ട. അതൊന്നും മുമ്പത്തെ ക്ലാസ്സിൽ ഇരിക്കാതെ കിട്ടാതിരിക്കാൻ മാത്രമല്ല ഭീകരമായ ഐറ്റൊന്നും സാർ ഇവിടെ പറയുന്നില്ല. അപ്പൊ 4 സെക്കൻഡ് കൊണ്ട് ആൾ ഇവിടെ എത്തി, 3 സെക്കൻഡ് കൊണ്ട് ഇവിടെ എത്തി, 2 സെക്കൻഡ് കൊണ്ട് എത്തി, ഫസ്റ്റ് സെക്കൻഡ് കൊണ്ട് എത്തി. ഇനി സാറ് പറഞ്ഞ ശ്രദ്ധിച്ചേക്കണം കേട്ടോ, സാറ് പറഞ്ഞ ശ്രദ്ധിച്ചേക്കണം. യെസ് സാർ പറഞ്ഞ ശ്രദ്ധിച്ചേക്ക്. സാർ പറഞ്ഞ അപകടം ശ്രദ്ധിക്കട്ട. 3ാമത്തെ സെക്കൻഡില് സാർ എത്ര ദൂരം സഞ്ചരിച്ചു കേട്ടാ. സാറ് മാറ്റിയിട്ടാ 3ാമത്തെ സെക്കൻഡിൽ നിന്നാക്കി സാർ. 3ാമത്തെ കേട്ടാ, 3ാമത്തെ സെക്കൻഡിൽ സാർ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് നോക്കാൻ പോയാ. 3ാമത്തെ സെക്കൻഡിൽ സാർ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് നമ്മൾ നോക്കാൻ പോവാം. ഓക്കെ, 3ാമത്തെ സെക്കൻഡിൽ. മക്കളെ 3ാമത്തെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ എത്ര സെക്കൻഡ് സമയമുണ്ട് ആലോചിച്ച് പറ. 3ാമത്തെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ എത്ര സെക്കൻഡ് സമയമുണ്ട്? 3ാമത്തെ മത്തേ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയോളൂ എത്ര സെക്കൻഡ് സമയമുണ്ട്. 1 സെക്കൻഡ് സമയമാണ് ഈ 3ാമത്തേലുള്ള. അത് ഏത് സമയമാടാ? ഈ 3ാമത്തെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഏത് ഗ്യാപ്പാ, ഏത് ടൈം ഗ്യാപ്പാ? ഈ മൂന്നാമത്തെ എന്ന് പറയുമ്പോ 2 നിന്ന് 3 വരെ. ശരിയാണോ സാർ പറഞ്ഞേ? ശരിയാണോ സാർ പറഞ്ഞേ? 2 നിന്ന് 3 വരെ. അപ്പോ 2 നിന്ന് 3 വരെ സാർ സഞ്ചരിച്ച ദൂരം ഏതാ? 2 നിന്ന് 3 വരെ എന്ന് പറയുമ്പോ സാർ സഞ്ചരിച്ച ദൂരം ഏതാ മക്കളെ? 2 നിന്ന് 3 വരെ എന്ന് പറയുമ്പോ സാർ സഞ്ചരിച്ച ദൂരം ഇതാ. 2 നിന്ന് 3 വരെ 2 to 3. 2 നിന്ന് 3 എന്ന് പറയുമ്പോ മക്കളെ ഈ ദൂരമാണ് സാർ 2 നിന്ന് 3 വരെ സഞ്ചരിച്ചത്. ആണോ കണ്ടാ? 2 നിന്ന് 3 വരെ എന്ന് പറയുമ്പോ ഈ ദൂരമല്ല സഞ്ചരിച്ചത്. അപ്പൊ ഈ ദൂരം ശരിയല്ലേ? ഈ ദൂരല്ലേ 2 നിന്ന് 3 വരെ സഞ്ചരിച്ചത് അല്ലേ? സംശയം ഇല്ലല്ലോ. 2 നിന്ന് 3 വരെ. അപ്പൊ ഇതല്ലേ സാറ് 3ാമത്തെ സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം? ശരിയാണോ? ഇതാണ് സാറ് 3ാമത്തെ സെക്കൻഡിൽ തേർഡ് സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം. അതാണ് കേട്ടോ. 3 സെക്കൻഡ് കൊണ്ട് മൊത്തം സഞ്ചരിച്ച ദൂരം എത്രയാ? 3 സെക്കൻഡ് കൊണ്ട് എന്ന് പറയുമ്പോൾ മക്കളെ ഇവിടെ വരെ ദൂരമാണ്. ശരിയാണോ? 3 സെക്കൻഡ് കൊണ്ട് എന്ന് പറയുമ്പോൾ മൊത്തം 3 സെക്കൻഡ് കേട്ടാ. നിങ്ങളെ വാക്കുകൾ ഉപയോഗിക്കുന്നത് സൂക്ഷിച്ച് കേൾക്കണം. 3 സെക്കൻഡ് കൊണ്ട് എന്ന് പറയുമ്പോൾ എന്താ? ഇവിടെ മുതൽ 3 സെക്കൻഡ് എടുക്കണം. 3ാമത്തെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ എത്ര സെക്കൻഡ് ഉണ്ടായില്ലേ? 3ാമത്തെ കേട്ടാ. 2 വാക്കുകൾ ചെറിയ വ്യത്യാസമുള്ളൂ. 3 സെക്കൻഡും 3ാമത്തെ സെക്കൻഡും. 3 സെക്കൻഡും 3ാമത്തെ സെക്കൻഡും. അപ്പൊ 3 സെക്കൻഡ് എന്ന് പറയുമ്പോൾ മൊത്തം 3 സെക്കൻഡ് സമയമുണ്ട്. ശരിയല്ലേ? 3 സെക്കൻഡ് എന്ന് പറയുമ്പോൾ മൊത്തം 3 സെക്കൻഡ് സമയമുണ്ട്. അതായത് ഇവിടെ മുതൽ ഇവിടെ വരെ. 3ാമത്തെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ എത്ര സെക്കൻഡ് സമയമുള്ളൂ? മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ ഒറ്റ സെക്കൻഡ് സമയമുള്ളൂ. അത് 2 മുതൽ 3 വരെ. അത് 2 മുതൽ 3 പറയുമ്പോൾ ഇതാണ് 3. സോ ഇത് മൊത്തം 3 സെക്കൻഡ്, ഇത് 3ാമത്തെ സെക്കൻഡ്. ഡൗട്ട് ഉണ്ടോ? പറഞ്ഞതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോട്ടാ. സാറിനൊരു പ്രശ്നമില്ല, സാറ് പറഞ്ഞുതരും. ഓക്കെ, ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ. സാറ് ഒരു പ്രാവശ്യം 4ാമത്തെ സെക്കൻഡ് കൊണ്ട് സാറ് സഞ്ചരിച്ചു ദൂരം. സാർ ഇവിടെ ABC നോക്കിടാം നിങ്ങൾക്ക് പറയാൻ വേണ്ടിട്ട് കേട്ടോ. ABCDE 4ാമത്തെ സെക്കൻഡ്. ഐ റിപ്പീറ്റ്, 4ാമത്തെ 4th സെക്കൻഡ്. മക്കളെ 4th സെക്കൻഡിൽ എത്ര സെക്കൻഡ് ഉണ്ട്? നിങ്ങൾ ആലോചിച്ച് പറ. 4th സെക്കൻഡിൽ എത്ര സെക്കൻഡ് ഉണ്ട്? ഒറ്റ സെക്കൻഡ് ഉണ്ട്. അത് എവിടെ മുതൽ എവിടം വരെയുള്ള സെക്കൻഡാ? പറ. 4th സെക്കൻഡ് എന്ന് പറയുമ്പോൾ എവിടെ മുതൽ എവിടം വരെയുള്ള സെക്കൻഡാ? 3 മുതൽ 4. അപ്പൊ 3 മുതൽ 4 എന്ന് പറയുന്ന ആ സമയമാണ് ഈ 4th സെക്കൻഡ്. അപ്പൊ 4th സെക്കൻഡിൽ സാറ് സഞ്ചരിച്ച ദൂരം പറഞ്ഞ നിങ്ങൾ ABC നോക്കി പറഞ്ഞാൽ മതി. 4th സെക്കൻഡിൽ സാറ് സഞ്ചരിച്ച ദൂരം. 4th സെക്കൻഡ് എന്ന് പറയുമ്പോ 3 മുതൽ 4 വരെ കേട്ടാ. 3 മുതൽ 4, ഇത് 3 ആണ്. 3 മുതൽ 4 വരെ ഈ ദൂരമാണ് 4th സെക്കൻഡ്. ശരിയാണോ? 4th സെക്കൻഡ് ആ ചെറിയ ദൂരം. ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഇതാണ് 4th സെക്കൻഡിൽ സാറ് സഞ്ചരിച്ച ദൂരം. 4ാമത്തെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ എവിടെ മുതൽ? 4ാമത്തെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ DE ആണ്. ഓക്കെ, 4 സെക്കൻഡ് കൊണ്ട് സാറ് സഞ്ചരിച്ച ദൂരം എത്രയാ? 4 സെക്കൻഡ് കൊണ്ട്. വാക്കുകൾ ശ്രദ്ധിച്ചേക്കണം. 4 സെക്കൻഡ് കൊണ്ട് എന്ന് പറയുമ്പോ എവിടെ മുതൽ എവിടെ വരെ ദൂരാ മക്കളെ? എവിടെ മുതൽ എവിടെ വരെ ദൂരാ? 4 സെക്കൻഡ് കൊണ്ട് എന്ന് പറയുമ്പോ A മുതൽ E വരെ ദൂരം. ക്ലിയർ ആണോ? സംശയമുണ്ടോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഏതെങ്കിലും കൊച്ചു കുട്ടി ഇതിന്റെ ഉള്ളിൽ ഡൗട്ട് ചോദിക്കണ്ട? ഇല്ല. ഇല്ല. ഓക്കെ, നല്ലത് കേട്ടോ. അത് വളരെയധികം നല്ലതായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടാ. സാറിനോട് കുഴപ്പമില്ല, സാർ പറഞ്ഞു. തുടങ്ങും. നോക്ക്
സാറ് കുറച്ചുകൂടി വൃത്തിയിൽ പറഞ്ഞുതരാം. ഏത് വന്ന പോയിന്റ് സാറ് നിൽക്കുന്നു. ടൈം t ഈക്വൽ ടു 0. ടൈം t ഈക്വൽ ടു 1 ഇവിടെ എത്തി, ടൈം t ഈക്വൽ ടു 2 ഇവിടെ എത്തി, ടൈം t ഈക്വൽ ടു 3 ഇവിടെ എത്തി, ടൈം t ഈക്വൽ ടു 4 ഇവിടെ എത്തി. യെസ്, ഓക്കെ. യെസ്, സാർ ABCD നോക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. BCDE നിങ്ങളെ കൊണ്ട് ഇക്വേഷൻ എഴുതിപ്പിക്കും. അതാണ് എന്റെ ലക്ഷ്യം കേട്ടോ. നിങ്ങൾ ഇക്വേഷൻ പറഞ്ഞുതരും, സാറിവിടെ എഴുതും. ഓക്കെ, യെസ്. പറഞ്ഞ മക്കളെ, 4ാമത്തെ സെക്കൻഡ്, ഐ റിപ്പീറ്റ്, 4ാമത്തെ സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരത്ത്, 4ാമത്തെ സെക്കൻഡ് എന്ന് പറയുമ്പോ എത്ര സെക്കൻഡ് ഉണ്ട് അത് പറ. 4ാമത്തെ സെക്കൻഡ് എന്ന് പറയുമ്പോ എത്ര സെക്കൻഡ് ഉണ്ട്? 1 സെക്കൻഡ് ഉണ്ട്. 1 സെക്കൻഡ് ഉണ്ട്. സംശയമുള്ളവരുണ്ടാ? 1 സെക്കൻഡ് ഉണ്ട്. അത് എവിടെ മുതൽ എവിടെ വരെയുള്ള സെക്കൻഡായി? 4ാമത്തെ എന്ന് പറയുമ്പോ എവിടെ മുതൽ എവിടെ വരെയുള്ള സെക്കൻഡ് എന്നാ സാറ് ചോദിക്കണേ. സെക്കൻഡ് ഏതാണെന്ന് പറ ആദ്യം. ഏതാണ് ഈ 4ാം സെക്കൻഡ് എന്ന് പറയുമ്പോൾ 3 നിന്ന് 4 വരെ. ശരിയാണല്ലോ, 3 നിന്ന് 4 വരെ. അപ്പൊ ഏതാ ദൂരം ഒന്ന് പറഞ്ഞേ. ദൂരം ഏതാണെന്ന് പറഞ്ഞേ. ഈ 4ാമത്തെ സെക്കൻഡ് എന്ന് പറയുന്ന 3 നിന്ന് 4 വരെയുള്ള ദൂരം എന്ന് പറയുമ്പോൾ ഇതാണ് അല്ലെ? ശരിയല്ലേ? സോ ഇതിന് സാറ് 4th സെക്കൻഡ് എന്ന് ഇട്ടു. ഓക്കെ, ക്ലിയർ ആയല്ലോ മക്കളെ? നിങ്ങൾ ആ 4th സെക്കൻഡ്. സംശയം എന്താ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? അപ്പൊ 4ാം സെക്കൻഡ് 3ൽ നിന്ന് 4ലേക്കാണ് കേട്ടോ. അതും സാറോടെ മുകളിൽ എഴുതി വെക്കാം. 4th സെക്കൻഡ് എന്ന് പറയുമ്പോൾ 3 സെക്കൻഡ് മുതൽ 4 സെക്കൻഡ് വരെ ഈ ദൂരം. ഓക്കെ, 4 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം? 4 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം? നിങ്ങൾ ദൂരം പറഞ്ഞാൽ മതി. 4 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം? 4 സെക്കൻഡ് കൊണ്ട് 4 സെക്കൻഡ് കൊണ്ട് 4 സെക്കൻഡ് കൊണ്ട് എന്ന് പറയുമ്പോ മൊത്തം 4 സെക്കൻഡ് കൊണ്ട് എവിടെ മുതൽ എവിടെ വരെ പോകണ്ട? 4 സെക്കൻഡ് കൊണ്ട് എന്ന് പറയുമ്പോ പറയടാ അയ്യേ. എ മുതൽ ഇ വരെ 4 സെക്കൻഡ് കൊണ്ട് അല്ലെ? ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ 4 സെക്കൻഡ്. ശരിയാണോ? ഡിസ്പ്ലേസ്മെന്റ് ഇൻ 4 സെക്കൻഡ് S4 എന്നിട്ട് സാർ കേട്ടാ. 4 സെക്കൻഡ്. ക്ലിയർ? യെസ്. 3 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം ട്രാവൽ ചെയ്യണ്ട മക്കളെ? 3 സെക്കൻഡ് കൊണ്ട് 3 സെക്കൻഡ് കൊണ്ട് 3ാമത്തെ എന്നല്ല സാർ പറഞ്ഞേ. 3ാമത്തെ എന്നല്ല, 3 സെക്കൻഡ് കൊണ്ട് 3 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം ട്രാവൽ ചെയ്യുന്നുണ്ട്? പോരട്ടെ 3 സെക്കൻഡ് കൊണ്ട് പറയുമ്പോൾ ഇവിടെ മുതൽ 3 എവിടെ അവസാനിക്കണേ? 3 എവിടെ അവസാനിക്കണേ? ഡിയിലാണ് അവസാനിക്കണേ. ശരിയല്ലേ? ശരിയല്ല അല്ലെ? എ മുതൽ ഡി വരെ. ഡൗട്ട് ഉണ്ട് ആർക്കെങ്കിലും? ഡൗട്ട് ഉണ്ടോ? ഒന്ന് പറഞ്ഞേ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? യെസ്. അപ്പൊ ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ 3 സെക്കൻഡ് കേട്ടോ. S3. ഇത് ഡിസ്പ്ലേസ്മെന്റ് 4 സെക്കൻഡ് S4. ഇനി നോക്കിയ മക്കളെ, 4th സെക്കൻഡ് ദൂരം എന്ന് പറയുമ്പോൾ ഇതാ. 4th സെക്കൻഡ് ദൂരം ഇതാ മക്കളെ. 4th സെക്കൻഡിലെ ദൂരം നിങ്ങൾ കണ്ടേ? എല്ലാവരും കണ്ട? 4th സെക്കൻഡിലെ ദൂരം എന്താ? ഈ ദൂരമാണ് 4th സെക്കൻഡില്. ഇതാണ് 4 സെക്കൻഡില് മൊത്തം 4 സെക്കൻഡില് മൊത്തം 4 സെക്കൻഡില്. ഇതാണ് 3 സെക്കൻഡില് മൊത്തം 3 സെക്കൻഡില്. ഇതാണ് 4ാമത്തെ സെക്കൻഡില്. വാക്കുകൾ തമ്മിൽ ശ്രദ്ധിച്ചേക്കണം. ഇത് മൊത്തം 3 സെക്കൻഡ്, ഇത് മൊത്തം 4 സെക്കൻഡ്, ഇത് 4ാമത്തെ സെക്കൻഡ്. നിങ്ങൾക്ക് വല്ല ബന്ധമൊന്നുമുണ്ടോ? 4ാമത്തെ സെക്കൻഡിലെ ദൂരം എങ്ങനെ കണ്ടുപിടിക്കുക മക്കളെ? ഈ ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കട്ടെ. 4ാമത്തെ സെക്കൻഡിൽ ഈ ചെറിയ ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, ഈ വലിയ ദൂരം, ഈ 4 സെക്കൻഡ് കൊണ്ടുള്ള മൊത്തം ദൂരം കണ്ട? 4 സെക്കൻഡ് കൊണ്ടുള്ള മൊത്തം ദൂരം കണ്ട? അതിൽ നിന്ന് 3 സെക്കൻഡിലേക്കുള്ള മൊത്തം ദൂരം മൈനസ് ഇത് എന്ത് കിട്ടും? പറ. അതുപോലെ 4 സെക്കൻഡിലേക്കുള്ള മൊത്തം ദൂരം, 4 സെക്കൻഡിലേക്കുള്ള മൊത്തം ദൂരത്തിൽ നിന്ന് 3 സെക്കൻഡിലേക്കുള്ള മൊത്തം ദൂരം മൈനസ് എന്ത് കിട്ടും? ആലോചിച്ച് പറ. നിങ്ങൾക്ക് പറയണം, നിങ്ങളത് പറഞ്ഞേ പറ്റൂ. 4 സെക്കൻഡ് എന്നുള്ള ഈ മൊത്തം ദൂരത്തിൽ നിന്ന് 5ാം ക്ലാസ്സിലെ പിള്ളേര് പറയൂ, 4 സെക്കൻഡ് എന്ന് പറയുന്ന ഈ മൊത്തം ദൂരത്തിൽ നിന്ന് 3 സെക്കൻഡിലേക്കുള്ള ഈ മൊത്തം ദൂരം മൈനസ് ചെയ്താൽ 4ാമത്തെ സെക്കൻഡിലേക്കുള്ള ദൂരം കിട്ടും. ശരിയാണോ? അപ്പോ വളരെ ഭീകരമായിട്ടുള്ള ഇക്വേഷൻ ആണ് സാർ എഴുതുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ഇൻ 4th സെക്കൻഡ്. ഡിസ്പ്ലേസ്മെന്റ് ഇൻ 4th സെക്കൻഡ്, 4ാമത്തെ സെക്കൻഡിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് S4 മൈനസ് S3. 4 സെക്കൻഡ് കൊണ്ടുള്ള മൊത്തം മൈനസ് 3 സെക്കൻഡ് കൊണ്ടുള്ള മൊത്തം. ശരിയാണോ? ഇങ്ങനെ എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റും.
പറ്റുമോ? പറ്റും. സംശയം ഉണ്ടെങ്കിൽ പറയണണ്ട. സംശയം ഉണ്ടെങ്കിൽ പറയണണ്ട. സംശയണ്ട. അപ്പോ നാലാമത്തെ സെക്കൻഡിലേക്കുള്ള ഈ ചെറിയ ദൂരം കണ്ടുപിടിക്കാൻ, നാലാമത്തെ സെക്കൻഡിലുള്ള ഈ ചെറിയ ദൂരം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ 4 സെക്കൻഡിലേക്കുള്ള ഈ മൊത്തം ദൂരം, 4 സെക്കൻഡിലേക്കുള്ള ഈ മൊത്തം ദൂരം മൈനസ് 3 സെക്കൻഡിലേക്കുള്ള ഈ മൊത്തം ദൂരം ചെയ്താൽ മതി. ശരിയല്ലേ? ശരിയല്ലേ? അപ്പൊ നിങ്ങൾ നോക്കിയടാ, നാലാമത്തെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ സെക്കൻഡുകൾക്കിടയിലുള്ള സമയം? നാലാമത്തെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ സെക്കൻഡുകൾക്കിടയിലുള്ള സമയം? നിങ്ങൾ നോക്കിയേ, ഏതൊക്കെ സെക്കൻഡുകൾക്കിടയിലുള്ള സമയമാണ് നാലാമത്തെ സെക്കൻഡ്? 3 നിന്ന് 4 വരെ. അപ്പൊ നമ്മൾ എന്താ ചെയ്തേ? 3 നിന്ന് 4 വരെ. കണ്ട, അപ്പോ ടോട്ടൽ 4 ഡിസ്പ്ലേസ് 4 സെക്കൻഡോടുള്ള ടോട്ടൽ ദൂരത്തിൽ നിന്ന് 3 സെക്കൻഡോടുള്ള ദൂരം മൈനസ് ചെയ്തു. ശരിയാണോ? ശരിയാണോ? റിലേഷൻ കാണുന്നില്ലേ? നാലാമത്തെ സെക്കൻഡ് എന്ന് പറയുമ്പോ 3 മുതൽ 4 വരെ, 3 മുതൽ 4 വരെ. അപ്പൊ നമ്മൾ ടോട്ടൽ 4 സെക്കൻഡോടുള്ള ഡിസ്പ്ലേസ്മെന്റ് മൈനസ് 3 സെക്കൻഡോടുള്ള ഡിസ്പ്ലേസ്മെന്റ് ചെയ്താൽ നമുക്ക് നാലാമത്തെ സെക്കൻഡിൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ശരിയാണോ? ശരിയാണ്. ശരിയാണ്. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞേ, ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ്. അപ്പൊ എത്രയായി ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ്? ആലോചിച്ച് പറ. nth സെക്കൻഡ് എന്ന് പറയുമ്പോൾ എവിടെ മുതൽ എവിടം വരെയുള്ളതാ? നിങ്ങൾ ആദ്യം അത് പറ. nth സെക്കൻഡ് എന്ന് പറയുമ്പോൾ എവിടെ മുതൽ എവിടം വരെയുള്ളതാ? എന്നാമത്തെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ എവിടെ മുതൽ എവിടം വരെയുള്ളതാ? യെസ്, എവിടെ മുതലുള്ള n-1 മുതൽ n വരെ. ശരിയാണോ? n-1 മുതൽ n വരെയുള്ളതാണ് ഈ nth സെക്കൻഡ് എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ് എന്ന് പറയുമ്പോൾ n-1 മുതൽ n വരെ. ഇതെങ്ങനെ കണ്ടുപിടിക്കുകയാണ്? എങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ n സെക്കൻഡ് മൈനസ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ n-1 സെക്കൻഡ്. ശരിയാണോ? ഇതുമായിട്ട് കമ്പയർ ചെയ്യണ്ട. നാലാമത്തെ സെക്കൻഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തത്? 4 സെക്കൻഡോടുള്ള മൊത്തം മൈനസ് 3 സെക്കൻഡോടുള്ള മൊത്തം. അതാണ് നാലാമത്തെ. 4 സെക്കൻഡോടുള്ള മൊത്തം മൈനസ് 3 സെക്കൻഡോടുള്ള മൊത്തം നാലാമത്തെ. അപ്പൊ nth എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? n സെക്കൻഡോടുള്ള മൊത്തം മൈനസ് n-1 കൊണ്ടുള്ള മൊത്തം. ശരിയാണോ? കിട്ടിയ? കിട്ടി. അപ്പോ സാർ എഴുതുന്നു, ശ്രദ്ധിക്കുക. അപ്പൊ സാർ എഴുതാണ്, എന്താ എഴുതാൻ പോണേ? ഇതൊക്കെ മാറ്റണം. സാർ എക്സാമ്പിൾ പറഞ്ഞൊക്കെ മാറ്റണം. യെസ്. അപ്പോ സാർ പറയട്ടെ, nth സെക്കൻഡ് എന്ന് പറയുമ്പോൾ എത്ര സെക്കൻഡ് ഉണ്ട്? ആലോചിച്ച് പറ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ. nth സെക്കൻഡ് എന്ന് പറയുമ്പോൾ എത്ര സെക്കൻഡ് ഉണ്ട്? 1 സെക്കൻഡ്. എവിടെ മുതൽ എവിടം വരെയുള്ള സെക്കൻഡ്? n-1 മുതൽ n വരെ. അപ്പോ ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ് എങ്ങനെയാണ് വിളിക്കുക? ഡിസ്പ്ലേസ്മെന്റ് ഇൻ ടോട്ടൽ n സെക്കൻഡ്സ് മൈനസ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ n-1 സെക്കൻഡ്. ശരിയാണല്ലോ മക്കളെ? ഇത് നിങ്ങൾ അംഗീകരിച്ചില്ലേ? ഡിസ്പ്ലേസ്മെന്റ് ടോട്ടൽ n മൈനസ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ്. ഓക്കെ, ശരിയല്ലേ? ഓക്കെ. അപ്പൊ തുടങ്ങാം. ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ പറയാം. സാറോട് എഴുതി വെക്കണം. ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ S equal to ut plus half at square. നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ S equal to ut plus half at square. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ് ഈക്വൽ ടു പറ. ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ് ഈക്വൽ ടു Sn. മക്കളെ, സമയം എത്ര സെക്കൻഡ് കൊണ്ടുള്ളതാ? ഇവിടെ എത്ര സെക്കൻഡ് കൊണ്ടുള്ളതാ? n സെക്കൻഡ് ഉള്ളതാണ്. സോ എഴുതണം, ശ്രദ്ധിക്കട്ട. u into t. മക്കളെ ശ്രദ്ധിക്കട്ട. u into t ക്ക് പകരം n. ശരിയല്ലേ? t ക്ക് പകരം n. കണ്ടാ? un plus half into an square. മക്കളെ, ടൈമിന് പകരം n മൈനസ്. കണ്ടാ? മൈനസ്. ഇനി അടുത്ത് ഡിസ്പ്ലേസ്മെന്റ് n-1. മക്കളെ, ടൈമിന് പകരം എന്ത് കൊടുക്കണം? ഡിസ്പ്ലേസ്മെന്റ് n-1 സമയം. ടൈമിന് പകരം എന്ത് കൊടുക്കണം? ടൈമിന് പകരം n-1 കൊടുക്കണം. അല്ലെ? ടൈമിന് പകരം n-1. ജോപ്പോളെ n-1 ഇവിടെ കേട്ടാ, ഇവിടെ n കൊടുത്തു, ഇവിടെ n-1. ശരിയാണോ? യെസ്. അപ്പൊ പറഞ്ഞോ, u into ടൈമിന് പകരം n-1. കണ്ടോ? u into ടൈമിന് പകരം n-1 പ്ലസ് ഹാഫ് into a into n-1 ഹോൾ സ്ക്വയർ. ബുദ്ധിമുട്ടുണ്ടോ? Yes. So displacement in nth second equals un into n plus
ഹാഫ് എ എൻ സ്ക്വയർ മൈനസ്, ശ്രദ്ധിക്കട്ടെ മക്കളെ, ഒന്ന് ശ്രദ്ധിച്ചോളൂ, മാത്സ് ആണേ, വേറെ ഒന്നുമില്ല. യു ഇൻറ്റു എൻ, സാർ എന്താ എഴുതണ്ടേ? യു ഇൻറ്റു എൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യട്ടെ. യു ഇൻറ്റു എൻ, സാർ എന്ത് എഴുതണം? പറയടാ കുട്ട. യു എൻ യു ഇൻറ്റു മൈനസ് വൺ, യു ഇൻറ്റു മൈനസ് വൺ, നിങ്ങൾ പറഞ്ഞ എഴുതണോട്ടോ. യു ഇൻറ്റു മൈനസ് വൺ മൈനസ് യു, ഓക്കെ, യു ഇൻറ്റു മൈനസ് വൺ മൈനസ് യു പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു, മക്കളെ നോക്കണം, എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോർമാറ്റാ അല്ലെ. എൻ മൈനസ് വൺ ഹോൾ സ്ക്വയർ, എൻ മൈനസ് വൺ ഹോൾ സ്ക്വയർ, എ മൈനസ് ബി ഹോൾ സ്ക്വയർ. എന്താ എ മൈനസ് ബി ഹോൾ സ്ക്വയർ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. അറിയോ? എ മൈനസ് ബി ഹോൾ സ്ക്വയർ അറിയോ? എ മൈനസ് ബി ഹോൾ സ്ക്വയർ അറിയോ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. അപ്പൊ എ സ്ക്വയർ പറഞ്ഞേ, എ സ്ക്വയറിന്റെ സ്ഥാനത്ത് എൻ സ്ക്വയർ, എ സ്ക്വയറിന്റെ സ്ഥാനത്ത് എൻ സ്ക്വയർ, എ സ്ക്വയർ എൻ സ്ക്വയർ മൈനസ് 2ab മൈനസ് 2n മൈനസ് 2ab മൈനസ് 2 ഇൻറ്റു 1 ഇൻറ്റു n 2n പ്ലസ് ബി സ്ക്വയർ ദാറ്റ് ഈസ് 1. ശരിയാണോ? ശരിയാണോ? ഇതൊക്കെ അറിയില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല കേട്ടോ മക്കളെ. ഇതൊന്നും അറിയില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല കേട്ടോ. എ മൈനസ് ബി ഹോൾ സ്ക്വയർ അറിയില്ലെങ്കിൽ സാറിനൊന്നും പറയാനില്ല ചേട്ടാ. സാറിനെ അങ്ങോട്ട് മാറ്റി വെക്കുക, സാറിനൊന്ന് വിട്ടുകളയാ. കാരണം എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ. അപ്പൊ എയുടെ സ്ഥാനത്ത് ആരാ? ഇവിടെ എയുടെ സ്ഥാനത്ത് ആരാ? ഏതൊരു സ്ഥാനത്ത് n. അപ്പൊ n സ്ക്വയർ മൈനസ് ബിയുടെ സ്ഥാനത്ത് 1 അല്ലേ, മൈനസ് 2ab 2 ഇൻറ്റു ബി 1 ഇൻറ്റു n മൈനസ് 2n പ്ലസ് ബി സ്ക്വയർ, ബിയുടെ സ്ഥാനത്ത് 1 1ന്റെ സ്ക്വയർ 1. ക്ലിയർ? ക്ലിയർ ആയോ? യെസ്. ഇനി നോക്കുക, ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ് ഈക്വൽസ്, ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ് ഈക്വൽസ്. ശ്രദ്ധിക്കട്ടാ, un കണ്ട, un എഴുതി സാറ്, un പ്ലസ് ഹാഫ് എ എൻ സ്ക്വയർ, un പ്ലസ് ഹാഫ് എ എൻ സ്ക്വയർ. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോവാ, മൈനസ് un അല്ലെ. നോക്ക്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോടാ, മൈനസ് un കണ്ട, മൈനസ് un മൈനസ് ഓഫ് മൈനസ്, എല്ലാവരും നോക്കിയേ, മൈനസ് ഓഫ് മൈനസ് പ്ലസ് യു അല്ലെ, മൈനസ് ഓഫ് മൈനസ് പ്ലസ് യു. ഓക്കെ, ഇനി മൈനസ് പ്ലസ് എന്ത് വരും? അത് ഒരു പ്രശ്നമുണ്ട്, ഇത് കൂടി ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണമായിരുന്നു. കുഴപ്പമില്ല, പോട്ടെ. നിങ്ങൾക്ക് തലയ്ക്കുള്ളിൽ ബോധനോ നോക്കണം. നോക്കട്ടെ, ബോധനോ നോക്കട്ടെ. വേണ്ട, നമുക്ക് ബോധം വേണ്ട. നമുക്ക് അതും കൂടി ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് മതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത്, ചിലപ്പോ പെടും. സോ ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ് ഈക്വൽ ടു നോക്കട്ടാ, un പ്ലസ് ഹാഫ് എ എൻ സ്ക്വയർ മൈനസ്, സാർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടില്ല, പഴയ പോലെ തന്നെ, മൈനസ് un മൈനസ് യു പ്ലസ് ഇത് ഓപ്പൺ ചെയ്തേ, ഇത് ഓപ്പൺ ചെയ്യും, ആദ്യം ഇത് ഓപ്പൺ ചെയ്യാം. പറ, ഹാഫ് ഇൻറ്റു എ എൻ സ്ക്വയർ, പറ മക്കളെ, ഹാഫ് ഇൻറ്റു എ എൻ സ്ക്വയർ പ്ലസ് ഹാഫ് എ എൻ സ്ക്വയർ. ശരിയല്ലേ? ഹാഫ് എ എൻ സ്ക്വയർ, ഹാഫ് ഇൻറ്റു എ മൈനസ് 2n. ശ്രദ്ധിക്കട്ടാ, ഹാഫ് ഇൻറ്റു എ മൈനസ് 2n, ഹാഫ് ഇൻറ്റു എ മൈനസ് 2n. മക്കളെ ഈ 2ഉം ഈ 2ഉം വെട്ടിപ്പോട്ടാ, ശ്രദ്ധിച്ച് വെക്കട്ടാ, ഈ 2ഉം ഈ 2ഉം വെട്ടിപ്പോവും, മൈനസ് എ. ശരിയാണോ? നോക്ക്, ഹാഫ് ഇൻറ്റു എ ഇൻറ്റു മൈനസ് 2n. മക്കളെ 2ഉം ഈ 2ഉം വെട്ടിപ്പോയി, മൈനസ് ഇവിടെ ഉണ്ട്, സോ മൈനസ് എ. ശരിയല്ലേ? അല്ലേ? മൈനസ് എ. ഇനി ഹാഫ് ഇൻറ്റു എ പ്ലസ് 1 ദാറ്റ് ഈസ് ഹാഫ് എ, ഹാഫ് ഇൻറ്റു എ പ്ലസ് 1 ദാറ്റ് ഈസ് ഹാഫ് എ. ക്ലിയർ ആണോ? യെസ്. അപ്പോ ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ് ഈക്വൽസ്, പറ, ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ് ഈക്വൽസ് un കണ്ടാ, നോക്കട്ടെ മക്കളെ, un പ്ലസ് ഹാഫ് എ എൻ സ്ക്വയർ. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, മൈനസ് un അല്ലെ, മൈനസ് un മൈനസ് ഓഫ് മൈനസ് പ്ലസ് യു മൈനസ് പ്ലസ്, പറ, മൈനസ് ഹാഫ് എ എൻ സ്ക്വയർ. ശരിയല്ലേ? ശരി. മൈനസ് ഓഫ് മൈനസ്, നോക്കിയ മക്കളെ, മൈനസ് ഓഫ് മൈനസ് പ്ലസ് എ എൻ മൈനസ് പ്ലസ്, മക്കളെ, മൈനസ് ഹാഫ് എ. ശരിയല്ലേ? മൈനസ് ഹാഫ് എ കാണുന്നുണ്ടല്ലോ. യെസ്. ഓക്കെ മക്കളെ, un മൈനസ് un വെട്ടിപ്പോയി, വെട്ടിപ്പോയില്ലേ? un വെട്ടിപ്പോയി, മൈനസ് ആണ്. ഓക്കെ, ഹാഫ് എ എൻ സ്ക്വയർ മൈനസ് ഹാഫ് എ എൻ സ്ക്വയർ. നോക്കടാ, ഹാഫ് എ എൻ സ്ക്വയർ മൈനസ് ഹാഫ് എ എൻ സ്ക്വയർ അതും പോയി. അപ്പൊ un മൈനസ് un പോയി, ഹാഫ് എ എൻ സ്ക്വയർ പോയി, ബാക്കി എന്ത് നിൽക്കുന്നുണ്ട്? u നിൽക്കുന്നുണ്ട്, പ്ലസ് എ എൻ നിൽക്കുന്നുണ്ട്, മൈനസ് ഹാഫ് എ നിൽക്കുന്നുണ്ട്. ശരിയല്ലേ? അപ്പോ സാർ ലാസ്റ്റത്തെ ഇക്വേഷൻ മുകളിൽ നിന്ന് എഴുതുന്നു, ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ് ഈക്വൽസ്,
ബാക്കി നിൽക്കുന്ന ആരാ? യു നിൽക്കുന്നുണ്ട്. യു പ്ലസ് എ എൻ മൈനസ് ഹാഫ് എ. ശരിയല്ലേ? ശരിയല്ലേ? യു പ്ലസ് എ എൻ മൈനസ് ഹാഫ് എ. യു പ്ലസ് എ എൻ മൈനസ് ഹാഫ് എ. സോ ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ് ഈക്വൽസ് മക്കളെ യു പ്ലസ്, മക്കളെ എ നോക്കിയേ കോമൺ അല്ലടാ, എ നോക്കിയടാ മക്കളെ കോമൺ അല്ലേ? എ കോമൺ ആണ്, പുറത്തേക്ക് എടുത്തു. n മൈനസ് ഹാഫ്, n മൈനസ് ഹാഫ്. ശരിയാണോ? n മൈനസ് ഹാഫ്, n ഉം ഹാഫും എ കോമൺ ആയിട്ട് സാർ മാറ്റിയെടുത്തു കേട്ടോ. സോ ഡിസ്പ്ലേസ്മെന്റ് nth സെക്കൻഡ് ഈക്വൽ ടു യു പ്ലസ് എ ഇൻറ്റു n മൈനസ് ഹാഫ്. That is equal to displacement in nth second equal to u plus a into മക്കളെ LCM എടുക്കടാ. അറിയാലോ, അതറിയോ. LCM എടുക്ക. n minus 1 by 2 പറയുമ്പോൾ 2n minus 1 by 2. 2n minus 1 by 2. ആ by 2 സാർ പുറത്തേക്ക് എഴുതി കേട്ടോ. ഇവിടെ by 2 ഇവിടെയാണ് വരുന്നത്, പക്ഷെ സാർ എന്ത് ചെയ്തു? അതിനെടുത്തിട്ട് അവിടെ എഴുതി, പുറത്തേക്ക് എഴുതി. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ് ലാസ്റ്റ് ഇക്വേഷൻ എന്ത് കിട്ടി? ലാസ്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടിയത് displacement in nth second equal to u plus a by 2 into 2n minus 1. u plus a by 2 into 2n minus 1. Clear? u plus a by 2 into 2n minus 1. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ്. കിട്ടിയാ? കിട്ടിയാ? അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ് എന്ന് പറയുമ്പോൾ അതാണ് u പ്ലസ് a by 2 into 2n minus 1. എഴുതിയാ? എഴുതില്ലേ? യെസ്. അപ്പൊ എത്ര ഇക്വേഷൻസ് ആയി? 4 ഇക്വേഷൻസ് ആയി. ഏതൊക്കെയാ 4 ഇക്വേഷൻസ്? സാർ ഒരു പ്രാവശ്യം 4 ഇക്വേഷൻ ചെയ്തു. v equal to u plus at, v equal to u plus at, s equal to ut plus half at square, s equal to ut plus half at square, v square equal to u square plus 2as, v square equal to u square plus 2as. Displacement in nth second equal to u plus a by 2 into 2n minus 1. Displacement in nth second equal to u plus a by 2 into 2n minus 1. കിട്ടിയാ? യെസ്. കിട്ടിയില്ലേ? 4 ഇക്വേഷൻസ്. ഓക്കെ, റൈറ്റ്. അപ്പോ സാർ ലാസ്റ്റ് ചോദിക്കുകയാണ്, nth സെക്കൻഡിൽ എത്ര സെക്കൻഡ് ഉണ്ട്? നമ്മൾ ഇന്ന് പഠിച്ചു പോവാട്ടാ. nth സെക്കൻഡിൽ എത്ര സെക്കൻഡ് ഉണ്ട്? 1 സെക്കൻഡ് ഉണ്ട്. സംശയമില്ലല്ലോ? യെസ്. nth സെക്കൻഡിൽ 1 സെക്കൻഡ് ഉണ്ട്. യെസ്. അതേത് സെക്കൻഡാ? അതേത് സെക്കൻഡാ? n-1 മുതൽ n വരെ. എടാ അത് n-1 മുതൽ n വരെയുള്ള സെക്കൻഡാ. യെസ്. അതിലെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ മക്കളെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ u പ്ലസ് a by 2 ആക്സലേഷൻ by 2 into 2n minus 1. കേട്ടോ? u പ്ലസ് a by 2 into 2n minus 1. ക്ലിയർ ആയ? ക്ലിയർ ആയോ? യെസ്. ഓക്കെ. അപ്പൊ സാർ അത് കൂടി എഴുതി വെച്ച് കഴിഞ്ഞു. യെസ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ശരിക്കും ആ ടോപ്പിക് കൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നമുക്ക് കെട്ടിപ്പൂട്ടി അവസാനിപ്പിക്കാം. ആ ടോപ്പിക് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്റർ ശരിക്കും അവസാനിപ്പിക്കാം. ഓക്കെ. ആ ടോപ്പിക് ഇതാണ്, ഫ്രീ ഫോൾ. ആ ടോപ്പിക് ഇതാണ്, ഫ്രീ ഫോൾ. ഹെഡിങ് ചെയ്ത് വെക്കൂ, ഫ്രീ ഫോൾ. ഓക്കെ, റൈറ്റ്. എഴുതിയ മക്കളെ, ഹെഡിങ് എഴുതിയ ഫ്രീ ഫോൾ. യെസ്, ഫ്രീ ഫോൾ എന്ന ഹെഡിങ് എഴുതി. ഇനി നല്ല കുട്ടികളായിട്ട് പറഞ്ഞു, എന്താണ് ഫ്രീ ഫോൾ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, എന്താണ് ഫ്രീ ഫോൾ? അതായത് ഒരു ബോഡി മൂവ് ചെയ്യുന്നു അണ്ടർ ദ ഗ്രാവിറ്റി. ഒരു ബോഡി ഗ്രാവിറ്റിയുടെ അണ്ടറിൽ മൂവ് ചെയ്യാം. ഒരു ബോഡി ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ എർത്തിന്റെ അട്രാക്ഷൻ കേട്ടോ. എർത്തിന്റെ അട്രാക്ഷനിൽ ഒരു ബോഡി എന്ത് ചെയ്യാണ്? മൂവ് ചെയ്യാണ്. അല്ലെങ്കിൽ ഒരു ബോഡി വീഴുകയാണ്. ഇപ്പൊ നമ്മൾ നോക്കിയടാ,
നമ്മുടെ വീട്ടില് തേങ്ങ വീഴുന്നത് കണ്ടിട്ടുണ്ടാവും നമ്മൾ തെങ്ങിൽ നിന്ന് തേങ്ങ വീഴുന്നു കണ്ടിട്ടില്ലേ? യെസ്, തെങ്ങിൽ നിന്ന് തേങ്ങ വീഴുന്നു. ഈ തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴാനുള്ള കാരണം എന്തുരാ? തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴാനുള്ള കാരണം എന്തുരാ കാരണം ഈ തേങ്ങ താഴേക്ക് വീഴാനുള്ള കാരണം എന്താ? ഗ്രാവിറ്റിയാണ്. യെസ്, അപ്പോ ആ തേങ്ങ ഗ്രാവിറ്റിയിലാണ് വീഴുന്നത്, ശരിയല്ലേ? ഗ്രാവിറ്റിയുടെ ഇഫക്റ്റിലാണ് അത് വീഴുന്നത്. ഇതിലും വലിയ സിമ്പിൾ ആയ എക്സാമ്പിൾ ഒന്നുമില്ല. ഗ്രാവിറ്റിയുടെ എഫക്റ്റിലാണ് വീഴുന്നത്, ഗ്രാവിറ്റി കൊണ്ടാണ് അത് വീഴുന്നത്. സോ ഒരു ബോഡി ഗ്രാവിറ്റിയുടെ അണ്ടറിൽ മൂവ് ചെയ്യുക. സോ ദ മോഷൻ ഓഫ് എ ബോഡി അണ്ടർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺലി. ഒരു ബോഡി ഗ്രാവിറ്റിയിലെ മാത്രം എന്ത് ചെയ്യാം മക്കളെ? മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫ്രീ ഫോൾ എന്ന് വിളിക്കുക. ഓക്കെ, ക്ലിയർ ആയ? യെസ്, ഓക്കെ. അപ്പൊ സാർ എഴുതുന്നു മോഷൻ ഓഫ് എ ബോഡി അണ്ടർ ഗ്രാവിറ്റി ഓൺലി. വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഗ്രാവിറ്റിയുടെ ബേസിൽ എന്ത് ചെയ്യാം? ഗ്രാവിറ്റിയുടെ ബേസിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഭൂഗുരുത്വാകർഷണം എന്നൊക്കെ മലയാളത്തിൽ പറയും, ഭൂഗുരുത്വാകർഷണം. അപ്പൊ ഗ്രാവിറ്റിയുടെ ഫോഴ്സിൽ എന്ത് ചെയ്യുക? ഒരു ബോഡി മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫ്രീ ഫോൾ എന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പൊ അവിടെ ആകെ കൂടി ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതായിരിക്കും? മക്കളെ? ഫോഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ആകെ കൂടി വരണുണ്ടാവുള്ളൂ, അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരിക്കും കേട്ടോ. അപ്പൊ അവിടെ ആകെ കൂടി ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഗ്രാവിറ്റി ആയിരിക്കും. മാങ്ങ വീഴുന്നത്, തേങ്ങ വീഴുന്നത്, എന്ത് വീഴുന്നു ആയിക്കോട്ടെ. സോ ഇറ്റ് ഈസ് ഗ്രാവിറ്റിയിലാണ് ആ ബോഡി മൂവ് ചെയ്യുന്നത്. സോ മോഷൻ ഓഫ് എ ബോഡി അണ്ടർ ഗ്രാവിറ്റി, അതാണ് ഫ്രീ ഫോൾ. മക്കളെ, അവിടുത്തെ ആക്സലറേഷൻ എത്രയായിരിക്കും? നിങ്ങൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിച്ചിട്ടില്ല. അങ്ങനെ താഴേക്ക് വീഴുന്ന ബോഡിയുടെ ആക്സലറേഷൻ ഞാൻ ഇനി പ്രത്യേകിച്ച് പറയണ്ട. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ജി, സ്മോൾ ലെറ്റർ ജി കേട്ടിട്ടുണ്ടാവും. 9.8 എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇത് കേൾക്കാത്തവരും ഫിസിക്സ് 9ാം ക്ലാസ്സിൽ പഠിച്ച് മുമ്പോട്ട് വരില്ല. 9ാം ക്ലാസ്സിൽ ഫിസിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ സ്മോൾ ലെറ്റർ ജി, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഭൂഗുരുത്വ ത്വരണം എന്ന് പറഞ്ഞിട്ട് ഒരു ജി പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഫ്രീ ഫോൾ എന്ന് പറയുമ്പോൾ ആ ബോഡി ഏതിന്റെ അട്രാക്ഷനിൽ മൂവ് ചെയ്യുക? എർത്തിന്റെ അട്രാക്ഷനിൽ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ എന്ത് ചെയ്യുക? താഴേക്ക് മൂവ് ചെയ്യാന്ന് അർത്ഥമല്ലോ. അപ്പോ അവിടെ ആ ബോഡിയുടെ മേലെ ആക്ട് ചെയ്യുന്ന ആക്സലറേഷൻ, ത്വരണം എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അതായത് ഭൂമിയുടെ അട്രാക്ഷൻ കാരണം ഉണ്ടാകുന്ന ആക്സലറേഷൻ ആണ് ഈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഡൗട്ട് ഉണ്ടോ മക്കളെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. സോ എന്താണ് ഫ്രീ ഫോൾ? മോഷൻ ഓഫ് എ ബോഡി അണ്ടർ ഗ്രാവിറ്റി. ഗ്രാവിറ്റിയിൽ മാത്രം, വേറൊരു ഫോഴ്സ് ഇല്ല കേട്ടോ. വേറൊരു ഫോഴ്സ് പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്? അവിടെ എടുക്കരുത്. ആകെ ഗ്രാവിറ്റി മാത്രമേ ഉള്ളൂ. അതാണ് മോഷൻ ഓഫ് എ ബോഡി അണ്ടർ ഗ്രാവിറ്റി, ദാറ്റ് ഈസ് ഫ്രീ ഫോൾ. അവിടെ ആക്ട് ചെയ്യുന്ന ഒരേ ഒരു ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അവിടെ ആക്ട് ചെയ്യുന്ന ഒരേ ഒരു ആക്സലറേഷൻ ആരാ? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ക്ലിയർ ആയോ? അവിടെ ആക്ട് ചെയ്യുന്ന ഒരേ ഒരു ആക്സലറേഷൻ ആരാ? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, അപ്പോ മക്കളെ ആക്സലറേഷന് പകരം നമുക്ക് ജി എന്ന് കൊടുക്കേണ്ടി വരും. അപ്പൊ ഫ്രീ ഫോൾ ഉണ്ടാവുന്ന മാറ്റം, ഇപ്പൊ നമ്മൾ കുറെ ഇക്വേഷൻസ് പഠിച്ചു അല്ലെ മക്കളെ? V = U + AT പഠിച്ചല്ലേ? V = U + AT നമ്മൾ എല്ലാവരും പഠിച്ചതാ. SC = UT + ½ നമ്മൾ പഠിച്ചതാ. SC = UT + ½ V² = U² + 2as നമ്മൾ പഠിച്ചതാ. V² = U² + 2as പഠിച്ചതാ. അതേപോലെ ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ് നമ്മൾ ഇന്ന് പഠിച്ചതാ. U + A/2 × 2n - 1. ഇതൊക്കെ നമ്മൾ 4 ഇക്വേഷൻസ് നമ്മൾ പഠിച്ചതാ. മക്കളെ, ഫ്രീ ഫോളിലേക്ക് വരുമ്പോ ആക്സലറേഷന് പകരം എന്ത് എഴുതണം? വളരെ സിമ്പിൾ ആയിട്ടൊരു ലോജിക്കാ സാർ ചോദിക്കണേ. ഫ്രീ ഫോളിലേക്ക് വരുമ്പോ ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ ചെയ്യാം. മക്കളെ, സ്മോൾ ലെറ്റർ ജി ആണ് എഴുതുന്നത്. അപ്പോ സാർ ഈ ഇക്വേഷൻ എന്ത് എഴുതും മക്കളെ? V = U + A ക്ക് പകരം സാർ GT എഴുതും. എന്തിട്ട് വ്യത്യാസം വരുത്തിയ സാറ്? 5ാം ക്ലാസ്സിലെ പിള്ളേർക്ക് പോലും മനസ്സിലാവുന്ന വ്യത്യാസം വരുത്തി. ആക്സലറേഷന് പകരം സാറ് G എന്ന് എഴുതി, ഫ്രീ ഫോൾ. ആക്സലറേഷന് പകരം സാർ എന്ന് എഴുതി, G എന്ന് എഴുതി, ഫ്രീ ഫോൾ. 2as ക്ക് പകരം G എന്ന് എഴുതി. ഇവിടെ A/2 G എന്ന് എഴുതി. ഇപ്പൊ ഫ്രീ ഫോൾ വരുമ്പോ ഇക്വേഷൻസിൽ വല്ല മാറ്റം ഉണ്ടാവും. ഫ്രീ ഫോൾ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഓഫ് മോഷനിൽ വല്ല മാറ്റം ഉണ്ടാവും. ആലോചിച്ച് പറ, വല്ല മാറ്റം അവിടെ ഉണ്ട്. ചെറിയൊരു മാറ്റം ഉണ്ട്. ആക്സലറേഷൻ A ക്ക് പകരം എന്താണ്? ആക്സലറേഷൻ A ക്ക് പകരം ആരായിരിക്കും മക്കളെ? G ആയിരിക്കും. ആ ഒറ്റ വ്യത്യാസമുള്ളൂടെ. LKG പിള്ളേർ ഈ ക്വസ്റ്റ്യൻ ചെയ്തു പോകും. നമുക്ക് പറ്റുന്നുണ്ടോ? അത് നമ്മുടെ പ്രശ്നമാണ് കേട്ടോ. നമ്മൾക്കത് പറ്റുന്നില്ലല്ലോ, അത് നമ്മുടെ തന്നെ പ്രശ്നമാണ്. വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഫ്രീ ഫോൾ എന്ന് പറയുമ്പോൾ ഒരു ബോഡി ഗ്രാവിറ്റിയുടെ അണ്ടറിൽ മൂവ് ചെയ്യണം. ക്ലിയർ ആണല്ലോ മക്കളെ? സാർ പറഞ്ഞ ക്ലിയർ അല്ലേ? യെസ്. സാറ് ഒരു കേസ് എടുത്തിട്ട് നമുക്ക് നിർത്താം. ഒരു കേസ്, ഫ്രീ ഫോളിന്റെ ഒരു കേസ് നമുക്ക് എടുത്തിട്ട് നിർത്താം. സമയമായില്ലല്ലോ? സമയമായ
സമയമായോ? ഇല്ലല്ലോ. എത്ര സമയമുണ്ട് ഇനി? യെസ്. അപ്പൊ ഒരു കേസ് എടുത്തിട്ട് നമുക്ക് നിർത്താം. ഒറ്റ കേസ് കേട്ടാ, ശ്രദ്ധിച്ചോളൂ. ഒറ്റ കേസ്. നല്ല നല്ല രസത്തിൽ പഠിച്ചിടാൻ പറ്റും കേട്ടാ, നല്ല രസത്തിൽ പഠിക്കാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ ബൈഹാർട്ട് പഠിക്കാതെ നിങ്ങൾ എങ്ങനെയാണ് അത് പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടാ. യെസ്. ഫസ്റ്റ് കേസ്, കേസ് 1. കേസ് 1. A body is dropped from a height h. A body is dropped from a height h. ശ്രദ്ധിച്ചോളാം. ഒരു ബോഡി h ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാം. ഇതാണ് കേസ് 1. പരീക്ഷയ്ക്ക് ചോദിക്കൂട്ടോ, ശ്രദ്ധിച്ചിരുന്നോ? A body is dropped from a height h. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ തന്നെ. യെസ്. ഒരു ബോഡി h ഹൈറ്റിൽ നിന്ന് എന്ത് ചെയ്യാം മക്കളെ? ഡ്രോപ്പ് ചെയ്യാം. ഇതാ ശ്രദ്ധിക്ക്, ഒരു h ഹൈറ്റ് സാറ് വരച്ചു വെച്ചിട്ടുണ്ട്. ഒരു ബിൽഡിംഗ് ആണ്. ഓക്കെ, ബിൽഡിംഗ് സാറ് വരച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്, ബിൽഡിംഗ് വരച്ചു. ബോഡി എവിടെന്നാ ഡ്രോപ്പ് ചെയ്യണേ? ഫ്രം എ ഹൈറ്റ് h. അതായത് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ബോഡിയെ ഡ്രോപ്പ് ചെയ്യുന്നു. ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഞാൻ ഒരു ബോഡിയെ ഡ്രോപ്പ് ചെയ്യുന്നു. കേൾക്കുന്നുണ്ടല്ലോ? ഇതാ മക്കളെ, സാറ് ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി, ബിൽഡിങ്ങിന്റെ മുകളിൽ കയറിയിട്ട് ഇതാ ഒരു ബോഡിനെ സാറ് ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്യും. ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ പറയും? വിടുക. അതല്ലോ, എറിയാന്ന് അർത്ഥമില്ല. എറിയാണെങ്കിൽ ത്രോ എന്ന് പറയും കേട്ടോ. ത്രോ എന്ന് പറയാ, എറിയാന്നാണ് അർത്ഥം. ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ വിടാന്ന് അർത്ഥം. എടാ, ആ വാക്ക് ശ്രദ്ധിച്ചോളാം, ചിലർക്ക് അത് പുതിയ വാക്കായിരിക്കും. അപ്പൊ ഡ്രോപ്പ് ചെയ്യുക എന്നാണ് പറഞ്ഞാൽ എന്താ അർത്ഥം മക്കളെ? എറിയാന്നല്ല അർത്ഥം. മുകളിൽ പോയിട്ട് ഇങ്ങനെ വിടുക. മുകളിൽ പോയിട്ട് മുകളിൽ പോയിട്ട് ഇങ്ങനെ വിടുക. അതാണ് ഈ ഡ്രോപ്പ് ചെയ്യുക എന്നുള്ള വാക്കിന്റെ അർത്ഥം. കിട്ടിയില്ല മക്കളെ? അപ്പൊ യെസ്, ഡ്രോപ്പ് ചെയ്യുന്നു. എവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്നു? മുകളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്നു. യെസ്. ഇനി സാർ പറയുന്നത് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ഈ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത്, ഫ്രീ ഫോളിന്റെ പ്രോബ്ലങ്ങൾ ചെയ്യുന്ന സമയത്ത്, ഇക്വേഷൻസ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ കൊടുക്കലാണ്. പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള സൈൻ കൊടുക്കലാണ് നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ആക്സിലറേഷൻ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. വെലോസിറ്റി പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഇവരുടെ സൈൻ ഏതായിരിക്കും? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇങ്ങനെ സൈൻ കൊടുക്കലാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ. അപ്പോ ഇക്വേഷൻസ് ഉണ്ടാക്കുന്ന സമയത്ത് മക്കളെ ശ്രദ്ധിക്കട്ടോ, ഫ്രീ ഫോളിന്റെ ഇക്വേഷൻസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഭാഗം എന്ന് പറയുമ്പോൾ അതിന്റെ സൈൻ കൊടുക്കലാണ്. സൈൻ കൊടുക്കാൻ വേണ്ടി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോയാണ് സാറ് പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് സാറ് പറയാൻ പോകുന്നത്. ഈ മെത്തേഡ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവട്ടെ കേട്ടോ. ആ മെത്തേഡ് സാറ് ആദ്യം പറയാം. ഓക്കെ, മെത്തേഡ് സാർ ആദ്യം പറയണം. ഓക്കെ, അപ്പൊ സൈൻ കൊടുക്കാൻ കേട്ടോ, ശ്രദ്ധിച്ചോട്ടാ. ബാക്കി ഞാൻ ഈ മെത്തേഡ് മര്യാദയ്ക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നിങ്ങൾ സൈൻ കൊടുക്കും. സൈൻ കൊടുക്കാനുള്ള മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം സൈൻ കൊടുക്കേണ്ടത് ജിക്കാണ് കേട്ടോ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുള്ളൂ. ഫസ്റ്റ് ജിക്കാണ് സൈന്റെ സംഭവം പറഞ്ഞേട്ടാ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ജിക്ക് സൈൻ ചെയ്യണം കേട്ടോ. അപ്പൊ നിങ്ങൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങളുടെ വാക്കില് നോട്ടിൽ എഴുതി വെക്കുക. ഞാനിവിടെ ബോർഡിൽ എഴുതില്ല. ഇപ്പൊ ഫസ്റ്റ് അസൈൻ എ സൈൻ ടു ദ ജി. ആദ്യം നമ്മൾ സൈൻ കൊടുക്കേണ്ടത് ആർക്കാണ്? ജിക്കാണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്കാണ്. പോയിന്റ് നമ്പർ 1 ആദ്യം സൈൻ കൊടുക്കേണ്ടത് ജിക്കാണ്. ഓക്കെ, ഇതൊന്നും ഒരാളും പറഞ്ഞിട്ടില്ല കേട്ടാ, ശ്രദ്ധിച്ചോളൂട്ടാ. ഇതൊന്നും ഒരാളും പറഞ്ഞിട്ടില്ല, വെറുതെ പഠിപ്പിച്ച പോലല്ല. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ആദ്യം എന്ത് കൊടുക്കുന്നത്? സൈൻ കൊടുക്കുന്നത് ജിക്കാണ്. ജിക്ക് നമ്മൾ എങ്ങനെയാണ് സൈൻ കൊടുക്കുക? അതാണ് സാർ അടുത്ത് പറയാൻ പോകുന്നത്. മക്കളെ, സ്പീഡ് കൂടി വരികയാണെങ്കിൽ, സിമ്പിൾ, സ്പീഡ് കൂടി വരികയാണെങ്കിൽ, ആ ബോഡിയുടെ സ്പീഡ് എന്ത് ചെയ്യുകയാണെങ്കിൽ കൂടി വരികയാണെങ്കിൽ ജിക്ക് പോസിറ്റീവ് കൊടുക്കാം. അപ്പോ ജിക്ക് എന്ത് കൊടുക്കാം മക്കളെ? പോസിറ്റീവ് കൊടുക്കാം. എപ്പോഴാ? സ്പീഡ് കൂടുമ്പോൾ. വളരെ ലോക്കലായിട്ടുള്ള സ്റ്റെപ്പുകളാണ് സാർ പറഞ്ഞേട്ടാ. അപ്പൊ സ്പീഡ് കൂടുകയാണെങ്കിൽ ജിക്ക് പോസിറ്റീവ് കൊടുക്കാം. സ്പീഡ് കുറയുകയാണെങ്കിൽ, ആ ബോഡിയുടെ സ്പീഡ് എന്ത് ചെയ്യണം മക്കളെ? കുറഞ്ഞു വരികയാണെങ്കിൽ ജിക്ക് എന്ത് കൊടുക്കാം? നെഗറ്റീവ് കൊടുക്കാം. ക്ലിയർ ആയ? ഇതാണ് സൈൻ കൊടുക്കാൻ ആദ്യം മനസ്സിൽ വെക്കേണ്ടത്. അപ്പൊ ആദ്യം സൈൻ കൊടുക്കേണ്ട ആർക്കാ? ഇക്വേഷൻസിൽ യൂസ് ചെയ്യാനേക്കാൾ മുമ്പ് ജിക്കും എല്ലാവർക്കും സൈൻ കൊടുക്കണം. ആദ്യം സൈൻ കൊടുക്കേണ്ടത് ജിക്ക്. ഓക്കെ, മാറ്റിവെക്കുക. ജിനെ നമ്മൾ മാറ്റിവെച്ചു. ഇനി ജിക്ക് എങ്ങനെയാ സൈൻ കൊടുക്കാനുള്ള ക്രൈറ്റീരിയ ഒന്നുമില്ല. സ്പീഡ് കൂടുകയാണെങ്കിൽ ജി പോസിറ്റീവ്, സ്പീഡ് കുറയുകയാണെങ്കിൽ ജി എന്താ? നെഗറ്റീവ്.
ഓക്കെ, സ്പീഡ് കൂടുകയാണെങ്കിൽ ജി പോസിറ്റീവ്, സ്പീഡ് കുറയുകയാണെങ്കിൽ മക്കളെ ജി എന്താടാ നെഗറ്റീവ്. ബുദ്ധിമുട്ടുണ്ടാ? ഇല്ല. അപ്പൊ അത് നമ്മൾ കൊടുത്തു വെച്ചു. ജിയുടെ ക്രൈറ്റീരിയ നമ്മൾ അവിടെ ചെയ്തു. യെസ്, ചെയ്തില്ലേ? ഇനി ജിയുടെ ഡയറക്ഷൻ എവിടേക്കാ? ഇനി അടുത്തത് നിങ്ങൾ ചിന്തിക്കേണ്ടത് ജിയുടെ ഡയറക്ഷൻ എവിടേക്കാ? ജി ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി എവിടേക്കാന്ന് അറിയില്ലെങ്കിൽ മക്കളുടെ ആ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി എവിടേക്കാ? താഴേക്കാണ്. ഭൂമി പിടിച്ചു വലിക്കുന്നതാണേ. യെസ്, ഭൂമി പിടിച്ചു വലിക്കുന്നതാണ് ഈ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി. അപ്പൊ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റിയുടെ ഡയറക്ഷൻ എവിടേക്കാ മക്കളെ? താഴേക്കാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം ആർക്കാ സൈൻ കൊടുത്തേ? ജിക്കല്ല സൈൻ കൊടുത്തേ, അല്ലേ? സപ്പോസ് സാറ് ജിക്ക് പോസിറ്റീവ് കൊടുത്തു എന്ന് വിചാരിക്കുക. എപ്പോഴാ സാറ് ജിക്ക് പോസിറ്റീവ് കൊടുക്കുക? ഒന്ന് പറഞ്ഞേ. എപ്പോഴാ സാറ് ജിക്ക് പോസിറ്റീവ് കൊടുക്കണ്ടാവുക? ആലോചിച്ച് പറ. ജിക്ക് എപ്പോഴാ സാറ് പോസിറ്റീവ് കൊടുക്കണ്ടാവുക? സ്പീഡ് കൂടുമ്പോൾ. അപ്പൊ സ്പീഡ് കൂടുന്നു എന്ന് കാണുമ്പോൾ സാറ് ജിക്ക് പോസിറ്റീവ് കൊടുത്തു. ഓക്കെ, നിങ്ങൾ മനസ്സിൽ വെക്കണ്ട. ജിക്ക് നമ്മൾ എന്ത് കൊടുത്തു? പോസിറ്റീവ് കൊടുത്തു. മക്കളെ ജി എന്ന് പറയുമ്പോൾ താഴേക്കുള്ള അല്ലേ? ജിയുടെ ഡയറക്ഷൻ എവിടേക്കാ? ജിയുടെ ഡയറക്ഷൻ താഴേക്കാ. അപ്പൊ താഴേക്കുള്ള ജി സാർ എന്ത് കൊടുത്തു? പോസിറ്റീവ് കൊടുത്തു. ശരിയല്ലോ മക്കളെ? താഴേക്കുള്ള ജി സാറ് പോസിറ്റീവ് കൊടുത്തു. അപ്പൊ താഴേക്കുള്ള ജി സാറ് പോസിറ്റീവ് കൊടുത്ത സ്ഥിതിക്ക് താഴേക്കുള്ള ബാക്കി എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും പോസിറ്റീവ് എടുക്കണം. കാരണം താഴേക്കുള്ള ജി നമ്മൾ എന്ത് കൊടുത്തു? പോസിറ്റീവ് കൊടുത്ത സ്ഥിതിക്ക് താഴേക്കുള്ള ബാക്കി ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി, വെലോസിറ്റി ആണെങ്കിൽ വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ നമ്മൾ എന്ത് കൊടുക്കണം? പോസിറ്റീവ് സൈൻ കൊടുക്കണം. മുകളിലേക്കുള്ളത് അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? നെഗറ്റീവ് കൊടുക്കാം. കോമൺ സെൻസ്. മുകളിലേക്കുള്ളത് നമുക്ക് എന്ത് കൊടുക്കാം? നെഗറ്റീവ് കൊടുക്കാം. ഓക്കെ. ഇനി സാർ ശ്രദ്ധിക്ക്. ഇനി പറഞ്ഞ ശ്രദ്ധിക്ക്. നോക്ക, ഇപ്പോ സ്പീഡ് കുറയാന്ന് വിചാരിക്കുക. നിങ്ങൾ മനസ്സിലേക്കാണ് കേട്ടണ്ട, ബുക്കിലേക്കല്ല. സ്പീഡ് കുറയാന്ന് വിചാരിക്കുക. സ്പീഡ് കുറയാകുമ്പോൾ നമ്മൾ ജിക്ക് എന്താ സൈൻ കൊടുക്കുക? പറഞ്ഞോ. സ്പീഡ് കുറയാന്ന് വിചാരിക്കുക. ബോഡിയുടെ സ്പീഡ് കുറയാണെങ്കിൽ ജിക്ക് നമ്മൾ എന്താ സൈൻ കൊടുക്കുക? നെഗറ്റീവ് സൈൻ കൊടുക്കുക. ജിയുടെ ഡയറക്ഷൻ എവിടേക്കാ? ക്വസ്റ്റ്യൻ നിങ്ങൾ ചിന്തിക്കേണ്ട അടുത്തത് അങ്ങനെ. ജിയുടെ ഡയറക്ഷൻ മുകളിലേക്കാ. ജി എവിടേക്കാണ്? ഈ മുകളിലേക്ക് എങ്ങനെയാ പോണേ? ജി ആനെ എന്ന് പറഞ്ഞാൽ മറ്റവള് എന്തിനാ അവളുടെ പേര്? റിച്ച. ജി എവിടേക്കാ? ജി മുകളിലേക്കാന്നൊക്കെ പറഞ്ഞു നീ കൺവെൻഷണൽ ഫിസിക്സിനെ മറ്റേ അട്ടിമറിക്കാറുള്ളൂ. നീ ഫിസിക്സിൽ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുമോ? ജി എവിടേക്കാ? ആലോചിച്ച് പറ. ജി താഴേക്ക്. അപ്പൊ താഴേക്കുള്ള ജി നമ്മൾ എന്തെടുത്തു? നെഗറ്റീവ് എടുത്തു. എന്തുകൊണ്ടാ? സ്പീഡ് കുറയണമെന്നുണ്ട്. അപ്പൊ സ്പീഡ് കുറയുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ ആദ്യം നോക്കിയത്. സ്പീഡ് കുറയുന്നു, അപ്പൊ തന്നെ ഞാൻ സാർ എഴുതി ജി നെഗറ്റീവ് എന്ന് എഴുതി. ജിയുടെ ഡയറക്ഷൻ എവിടേക്കാ? താഴേക്ക്. അപ്പൊ താഴേക്കുള്ള ജി ഞാൻ നെഗറ്റീവ് എടുത്ത സ്ഥിതിക്ക് ബാക്കി എല്ലാ ക്വാണ്ടിറ്റികളും താഴേക്കുള്ള ഞാൻ എന്തെടുക്കണം? ബാക്കി എല്ലാ താഴേക്കുള്ള ക്വാണ്ടിറ്റികളും സാർ എന്തെടുക്കണം? നെഗറ്റീവ് എടുക്കണം. കാരണം ജി നമ്മൾ താഴേക്ക് നെഗറ്റീവ് എടുത്തു, പിന്നെ താഴേക്കുള്ള ഒരു പോസിറ്റീവ് എടുക്കാൻ പറ്റുമോ? ഇല്ല, നെഗറ്റീവ് എടുക്കണം. മുകളിലേക്കുള്ളവരെ സാർ എന്തെടുക്കണം മക്കളെ? പോസിറ്റീവ് എടുക്കണം. അപ്പോ ഇത്രയും നിയമങ്ങളുള്ളൂ. ഈ സൈൻ കൺവെൻഷൻ അറിയാതെ പോയി കഴിഞ്ഞാൽ ഫ്രീ ഫോൾ തെറ്റും. എന്തുകൊണ്ടാണ് ഫിസിക്സിൽ കുട്ടികൾക്ക് മാർക്ക് നഷ്ടപ്പെടണേ? ഇതൊന്നും പഠിക്കാണ്ട് പോയിട്ടാ. എന്തുകൊണ്ടാണ് ഫിസിക്സിൽ കുട്ടികൾക്ക് മാർക്ക് നഷ്ടപ്പെടുന്നത്? ഇതൊന്നും അറിയാണ്ട് പോയിട്ടാ. സൈൻ പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയ തെറ്റി. അപ്പൊ സാറ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് സൈൻ കൊടുക്കേണ്ടത് നിങ്ങൾ എഴുതി വെക്കണം നോട്ടില്ല, ഞാനിവിടെ എഴുതില്ല. ഫസ്റ്റ് സൈൻ കൊടുക്കുന്ന ആർക്കാ? പറ. ഫസ്റ്റ് സൈൻ കൊടുക്കുന്നത് ആർക്കാണ്? ജിക്കാണ്. ജിക്ക് സൈൻ കൊടുക്കാനുള്ള ക്രൈറ്റീരിയ എന്താ? ഫസ്റ്റ് സൈൻ കൊടുക്കുന്നത് ജിക്കാണ്. ജിക്ക് സൈൻ കൊടുക്കാനുള്ള ക്രൈറ്റീരിയ എന്താ? സ്പീഡ് കൂടുമ്പോ ജി പോസിറ്റീവ്, സ്പീഡ് കുറയുമ്പോ ജി നെഗറ്റീവ്. സ്പീഡ് കൂടുമ്പോ ജി പോസിറ്റീവ്, സ്പീഡ് കുറയുമ്പോ ജി നെഗറ്റീവ്. അല്ലേ? യെസ്. ജി താഴേക്കല്ലേ? ജി നമ്മൾ പോസിറ്റീവ് കൊടുത്തു എന്ന് വിചാരിക്കാം. ജി നമ്മൾ പോസിറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ ജി താഴേക്കല്ലേ? അപ്പൊ താഴേക്കുള്ള ജി പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ താഴേക്കുള്ള ബാക്കി എല്ലാ ക്വാണ്ടിറ്റി എന്താ? പോസിറ്റീവ്. മുകളിലേക്കുള്ളത് അപ്പോ നെഗറ്റീവ്. ക്ലിയർ? യെസ്. ഈ റൂൾ പഠിച്ചു വെക്കാം. ഇനി സാധ്യത ഈ കേസ് പറഞ്ഞാൽ നമുക്ക് നിർത്താം. ഈ കേസ് പറയാനുള്ള സമയമുണ്ടല്ലോ. ജസ്റ്റ് ചെറിയൊരു കാര്യം പറഞ്ഞോളൂ. ഓക്കെ. ഈ ബോഡി നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നു. എവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യണേ? ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് സാർ ഡ്രോപ്പ് ചെയ്യുന്നു. സോ ഐ എം ഡ്രോപ്പിംഗ് എ ബോഡി. കേട്ടോ, ആ ഹെഡിങ് തന്നെയാണ് കേട്ടോ. കേസ് 1, ഡ്രോപ്പിംഗ് എ ബോഡി ഫ്രം ദ ഹൈറ്റ് h. മക്കളെ ചോദിക്കട്ടെ, മക്കളെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചു വിടുക.
ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ചിട്ട് വിടുക. ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ് മക്കളെ? ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഇനീഷ്യൽ വെലോസിറ്റി എത്രയാ? പറ. ഇനീഷ്യൽ വെലോസിറ്റി സാർ എത്ര എഴുതണ്ടേ? ഡ്രോപ്പ് ചെയ്യുക, ഇങ്ങനെ പിടിച്ചിട്ട് വിടുന്ന സമയത്ത് മക്കളെ പിടിച്ചിട്ടാ വിടണേ. ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? ആലോചിച്ച് പറ. യൂസ് യുവർ കോമൺ സെൻസ്. തുടക്കത്തിൽ വെലോസിറ്റി എത്രയാ? തുടക്കത്തിൽ വെലോസിറ്റി 0 ആണ്. സോ അപ്പൊ സാറ് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതുന്നു. ഇനീഷ്യൽ വെലോസിറ്റി ഈ കേസിൽ എത്രയാണ് മക്കളെ? ഇനീഷ്യൽ വെലോസിറ്റി 0. സംശയമുണ്ടോ? സാർ ഇനീഷ്യൽ വെലോസിറ്റി 0 എന്ന് എഴുതി. കുഴപ്പമില്ലല്ലോ, ആർക്കും സംശയമില്ലല്ലോ. യെസ്, ഇനീഷ്യൽ വെലോസിറ്റി 0. ആക്സലറേഷൻ എത്ര എഴുതണ്ടേ സാറ്? ആക്സലറേഷൻ എത്ര എഴുതണ്ടെന്ന് പറ. 9.8 എഴുതണ്ട, നീ ജി എന്ന് എഴുതിയാൽ മതി കേട്ടോ. 9.8 വാല്യൂ എഴുതണ്ട, നമുക്ക് സിമ്പിൾ മാത്രം മതി. സോ ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ ജി അല്ലെ, ഫ്രീ ഫോൾ ആണ് മക്കളെ, താഴേക്കാണ് വീഴുന്നത്. സോ ഡാ സ്മോൾ ലെറ്റർ ജി എടാ, ക്യാപിറ്റൽ ലെറ്റർ ജി വേറൊരു സാധനം കേട്ടാ, പൊന്നുമോനെ തെറ്റിക്കോ. നോട്ടിലൊക്കെ ഇനി ക്യാപിറ്റൽ ലെറ്റർ ജി എന്നൊക്കെ എഴുതി വെക്കില്ല. ക്യാപിറ്റൽ ലെറ്റർ ജി യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ വേറൊരു സാധനം ഉണ്ട്, പോട്ടെ. യെസ്, അപ്പൊ ആക്സലറേഷൻ എന്താ മക്കളെ? സ്മോൾ ലെറ്റർ ജി കേട്ടോ. ആ കുഴപ്പമില്ല ലെറ്റർ. യെസ്, സ്മോൾ ലെറ്റർ ജി, കാരണം ഫ്രീ ഫോൾ അല്ലെ, താഴേക്ക് വേണം സ്മോൾ ലെറ്റർ ജി. ചോദിക്കട്ടെ, നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടാവും. ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നമ്മൾ കല്ല് ഇങ്ങനെ താഴേക്ക് ഇടുന്ന സമയത്ത് സ്പീഡ് കൂടുക ചെയ്യുക, കുറയുക ചെയ്യാം. ഇതും ആൻസർ പറഞ്ഞെങ്കിൽ നിങ്ങൾ ഇവിടെ പെരണ്ടാട്ടാ. ഒരു കല്ല് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇടുന്ന സമയത്ത് താഴേക്ക് പോകുന്ന ഒരു സ്പീഡ് കൂടുക ചെയ്യുക, കുറയുക ചെയ്യുക. ഇത് പറ്റാത്തവർക്ക് ഫിസിക്സ് എന്നല്ല ലോകത്ത് ജീവിക്കാനുള്ള അവകാശമില്ല. സ്പീഡ് എന്താ ചെയ്യണം മക്കളെ? സ്പീഡ് കൂടുക ചെയ്യണം അല്ലെ, കൂടും. സ്പീഡ് കൂടുമ്പോ ജിയുടെ ചിഹ്നം എന്തെടുക്കണ്ടേ? സ്പീഡ് കൂടുമ്പോ സാറ് പഠിപ്പിച്ച സ്പീഡ് കൂടുമ്പോ ജിയുടെ ചിഹ്നം എന്തെടുക്കണ്ടേ? സ്പീഡ് ജിയുടെ ചിഹ്നം പോസിറ്റീവ് കേട്ടാ. സാർ പോസിറ്റീവ് കൊടുത്തു കേട്ടാ. അങ്ങനെയാണ് സാർ പോസിറ്റീവ് നിട്ടത്, മനസ്സിലായ? പോസിറ്റീവ് സാർ ഇട്ടു. ജിയുടെ ഡയറക്ഷൻ പഠിക്കാം മക്കളെ. ജിയുടെ ഡയറക്ഷൻ പഠിക്കാം താഴേക്ക്. അപ്പൊ ജിയുടെ ഡയറക്ഷൻ താഴേക്കാണ്. താഴേക്കുള്ള ജി എന്തായി? താഴേക്കുള്ള ജി എന്തായി നോക്ക. താഴേക്കുള്ള ജി എന്തായി? പോസിറ്റീവായി. താഴേക്കുള്ള ജി പോസിറ്റീവ് ആയെങ്കിൽ ബാക്കിയെല്ലാം താഴേക്കുള്ളത് എന്താവും? പോസിറ്റീവ് അല്ലെ. ബാക്കിയെല്ലാം താഴേക്കുള്ളത് എന്തായിരിക്കും മക്കളെ? പോസിറ്റീവ് ആയിരിക്കും. യെസ്, ഓക്കെ. ഇനി സാറ് ചോദിക്കണേ, ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? യൂസ് യുവർ ബ്രെയിൻ. ഡിസ്പ്ലേസ്മെന്റ് എത്രയാ മക്കളെ? ഈ കല്ല് എവിടേക്കാ വന്ന് വീഴണം? ഈ കല്ല് ഇവിടെ എത്തുക ചെയ്യാം അല്ലെ, താഴേക്ക് എത്തുക ചെയ്യാം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തിട്ടാണ്? തുടക്കത്തിൽ നിന്ന് താഴേക്കുള്ള ദൂരം, സ്ട്രെയിറ്റ് ലൈൻ. 5ാം ക്ലാസ് തുടക്കത്തിൽ ഇനീഷ്യൽ പോയിന്റ്, ബിൽഡിങ്ങിന്റെ ടോപ്പ് ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് താഴേക്കുള്ള ഫൈനൽ പോയിന്റിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എത്രയാണ് മാം? h. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് സാർ എന്തിട്ടു? h എന്നിട്ടു. സംശയമില്ല. ഡിസ്പ്ലേസ്മെന്റ് സാർ എന്തിട്ടു? h എന്നിട്ടു. ഡിസ്പ്ലേസ്മെന്റ് താഴേക്കാ മുകളിലേക്കാ? നിങ്ങൾ പറ. ഡിസ്പ്ലേസ്മെന്റ് താഴേക്കാ മുകളിലേക്കാ? ഡിസ്പ്ലേസ്മെന്റ് താഴേക്കാണ് അല്ലെ, താഴേക്കാണ് ഡിസ്പ്ലേസ്മെന്റ്. താഴേക്കുള്ള ജി എന്തായി മാറി? താഴേക്കുള്ള ജി എന്തായിട്ട് എടുത്തേ? പോസിറ്റീവ് എടുത്തെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിന്റെ ചിഹ്നം എന്താ? ഡിസ്പ്ലേസ്മെന്റ് ചിഹ്നം എന്താ? താഴേക്കുള്ള ജി പോസിറ്റീവ് എടുത്തെങ്കിൽ താഴേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ്, താഴേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആണ്. സംശയമില്ല. യെസ്, ഇവിടെ വന്ന് വീഴുമ്പോഴുള്ള വെലോസിറ്റി അറിയണം എന്നൊരാഗ്രഹം. ബിൽഡിങ്ങിന്റെ അടിയിലേക്ക് വന്ന് വീഴുമ്പോഴുള്ള വെലോസിറ്റി അറിയണം ഒരാഗ്രഹം. അതാണ് ഫൈനൽ വെലോസിറ്റി, ശരിയല്ലേ? അടിയിലേക്ക് വന്ന് വീഴുമ്പോഴുള്ള വെലോസിറ്റി ആണ്. വെലോസിറ്റി മക്കളെ ഫൈനൽ വെലോസിറ്റി. അതെനിക്ക് അറിയുന്ന ഒരു ആഗ്രഹം, ഫൈനൽ വെലോസിറ്റി അറിയുന്ന ഒരു ആഗ്രഹം സാറിന് വരികയാണ് കേട്ടോ. ഫൈനൽ വെലോസിറ്റി അറിയണം. അപ്പൊ നമ്മൾ എന്താ ഇക്വേഷൻ? ഇനീഷ്യൽ വെലോസിറ്റി അറിയാം, ആക്സലറേഷൻ അറിയാം, ഡിസ്പ്ലേസ്മെന്റ് അറിയാം. മക്കളെ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. v² = u² + 2as. ഇക്വേഷൻ യൂസ് ചെയ്തൂടെ? ഫൈനൽ വെലോസിറ്റി അറിയാൻ വേണ്ടി സാർ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് v² = u² + 2as. യൂസ് ചെയ്തോളൂ മക്കളെ, കാരണം ഇനീഷ്യൽ വെലോസിറ്റി അറിയാം, a അറിയാം, ഡിസ്പ്ലേസ്മെന്റ് അറിയാം. അപ്പൊ സാർ ഫൈനൽ വെലോസിറ്റി താഴേക്ക് വന്ന് വീഴുമ്പോൾ ഇവിടുത്തെ വെലോസിറ്റി താഴേക്ക് വന്ന് വീഴുമ്പോൾ വെലോസിറ്റി v എന്നറിയാൻ വേണ്ടി സാർ എന്തെടുക്കുന്നു? v² = u² + 2as എന്നുള്ള ഇക്വേഷൻ കൊടുക്കുന്നു. സോ നോക്ക്, ഫൈനൽ വെലോസിറ്റി സ്ക്വയർ മക്കളെ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ് മക്കളെ? നിങ്ങൾ നോക്കി പറഞ്ഞ നമ്മളവിടെ എഴുതി വെച്ചിട്ടുണ്ടാ. ഇനീഷ്യൽ വെലോസിറ്റി എത്രയാ? 0 എന്നല്ല എഴുതി വെച്ചേ. ഇനീഷ്യൽ വെലോസിറ്റി 0 എന്നല്ല എഴുതി വെച്ചേ. യെസ്, അപ്പോ ഇനീഷ്യൽ വെലോസിറ്റിയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 0 പ്ലസ് 2 ഇൻറ്റു മക്കളെ ആക്സലറേഷൻ എത്രയാ കുട്ടാ? ആക്സലറേഷൻ എത്രയാ സാർ എഴുതണ്ടേ? ആക്സലറേഷൻ എത്രയാണ്? g. യെസ്, s എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ്. s എത്ര എഴുതണ്ടേ സാറ്? s എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ s എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ്. s എത്ര എഴുതണ്ടേ? h. ശരിയല്ലേ? യെസ്, അപ്പം സാറ് പ്ലസ് ഉണ്ട്. പ്ലസ് ആയതുകൊണ്ട് മാറ്റില്ലാത്തതുകൊണ്ട് സാറ് പ്ലസ് ഇട്ടിട്ടില്ല. പ്ലസ് ഉണ്ട്. ഓക്കെ,
സോ സാറിന് എന്ത് കിട്ടി? വി സ്ക്വയർ ഈക്വൽ ടു 2gh എന്ന് കിട്ടി അല്ലെ. വി സ്ക്വയർ ഈക്വൽ ടു 0 പ്ലസ് 2gh പറയുമ്പോൾ 2gh, സംശയം ഉണ്ടാവും. 2gh എന്ന് കിട്ടി. വി ഈക്വൽ ടു മക്കളെ വി സ്ക്വയർ ആണ് 2gh കിട്ടുക. അപ്പൊ വി ഈക്വൽ ടു റൂട്ട് 2gh. വി ഈക്വൽ ടു റൂട്ട് 2gh. അപ്പൊ ഇവിടെ വരുമ്പോൾ വെലോസിറ്റി എത്രയാ? ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് നമ്മൾ ഒരു സാധനം ഡ്രോപ്പ് ചെയ്താൽ താഴെ എത്തുമ്പോൾ വെലോസിറ്റി എത്രയാ മക്കളെ? റൂട്ട് 2gh. താഴെത്തുമ്പോൾ വെലോസിറ്റി എത്രയാ? റൂട്ട് 2gh. തെങ്ങിന്റെ മുകളിൽ നിന്ന് വീണ തേങ്ങ താഴെത്തുമ്പോൾ വെലോസിറ്റി എത്രയാ? റൂട്ട് 2gh, ഹൈറ്റ് ഓഫ് തെങ്ങ്. ബിൽഡിങ്ങിന്റെ മുകളിൽ ഡ്രോപ്പ് ചെയ്ത താഴെത്തുമ്പോൾ വെലോസിറ്റി എത്രയാ? റൂട്ട് 2gh. റൂട്ട് 2gh വെരി ഇമ്പോർട്ടന്റ്. മുകളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോൾ എന്താ വിക്ടറെ? ചോദിച്ചോ, ഡൗട്ട് ചോദിച്ചോ, ഡൗട്ട് ചോദിച്ചോ? മൈനസ് ആവുന്ന കേസ് നമുക്ക് പറയാം, ഇപ്പോഴല്ല. നീ ഇഷ്ടംപോലെ കേസ് കേൾക്കാനുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ കേസ് കേൾക്കാണ്ട്. അപ്പൊ നമുക്ക് മൈനസ് ഒക്കെ വരും. ഇതിപ്പോ ആദ്യത്തെ കേസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കേസ് തുടങ്ങിയിട്ടുള്ള ഒരു 3-4 കേസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ വരും കേട്ടോ. നിങ്ങൾക്ക് എല്ലാ കേസും പഠിപ്പിക്കും. ഓക്കെ, ഇതിൽ ഡൗട്ട് ഉണ്ടാ? ഇതിൽ ഡൗട്ട് ഉണ്ടാ? അപ്പൊ താഴേക്ക് എത്തുമ്പോൾ വെലോസിറ്റി എത്രയാ? താഴേക്ക് എത്തുമ്പോൾ വെലോസിറ്റി എത്രയാ? താഴേക്ക് എത്തുമ്പോൾ വെലോസിറ്റി എത്രയാ? റൂട്ട് 2gh. റൂട്ട് 2gh കേട്ടാ. h എന്ന് പറയുമ്പോൾ ഹൈറ്റ് ഇട്ടാ. അപ്പൊ തെങ്ങിന്റെ മുകളിൽ നിന്ന് തേങ്ങ വീണ് താഴേക്ക് എത്തുമ്പോൾ വെലോസിറ്റി റൂട്ട് 2gh. താഴെ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലയിലേക്ക് വന്ന് വീണ വെലോസിറ്റി റൂട്ട് 2gh ആ കേട്ടാ. ഒരുത്തൻ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു സിമെന്റ് ചാക്ക് നിങ്ങളുടെ തലയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ സിമെന്റ് ചാക്ക് നിങ്ങളുടെ തലയിലേക്ക് വന്ന് വീണ വെലോസിറ്റി റൂട്ട് 2gh ആ കേട്ടാ. റൂട്ട് 2gh ഈസ് ദ വെലോസിറ്റി. ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ മക്കളെ? യെസ്. അപ്പൊ സാറ് പറയട്ടെ, ആർക്കാണ് ആദ്യം സൈൻ കൊടുത്തത്? ആർക്കാ ആദ്യം സൈൻ കൊടുത്തത്? ജി. ജിക്ക് സൈൻ കൊടുക്കാനുള്ള ട്രെൻഡ് പറ. ജിക്ക് സൈൻ കൊടുക്കാനുള്ള ട്രെൻഡ് പറ. സ്പീഡ് നോക്കിയിട്ട് സ്പീഡ് കൂടുമ്പോ ജി എന്താ? സ്പീഡ് കൂടുമ്പോ ജി എന്താ? പോസിറ്റീവ്. സ്പീഡ് കുറയുമ്പോ ജി എന്താ? നെഗറ്റീവ്. എടാ ജി താഴേക്ക് അല്ലെ, ജി എപ്പോഴും താഴേക്കാ. അപ്പൊ ജി പോസിറ്റീവ് കൊടുക്കുകയാണെങ്കിൽ താഴേക്കുള്ള എല്ലാ ക്വാണ്ടിറ്റി എന്തായിരിക്കും? ജി പോസിറ്റീവ് കൊടുക്കുകയാണെങ്കിൽ താഴേക്കുള്ള എല്ലാ ക്വാണ്ടിറ്റികളും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, റൈറ്റ്. ഓക്കെ, അത് പോട്ടെ. nth സെക്കൻഡിൽ എത്ര സെക്കൻഡ് ഉണ്ട്? നിങ്ങൾ പഠിക്കും, നിങ്ങളെ കൊണ്ട് ഞാൻ പൂരിപ്പിച്ചു തരാം. nth സെക്കൻഡിൽ എത്ര സെക്കൻഡ് ഉണ്ട്? 1 സെക്കൻഡ് ഉണ്ട്. എവിടെ മുതൽ എവിടെ വരെ ഉള്ളത്? n-1 മുതൽ n വരെ ഉള്ളത്. എത്ര ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉണ്ട്? എത്ര ഇക്വേഷൻസ് ഓഫ് മോഷൻ? കാരണം v equal to u plus at 9ാം ക്ലാസ്. 9ാം ക്ലാസ് v equal to u plus at. s equal to ut plus half a t square. 9ാം ക്ലാസ്. s equal to ut plus half a t square. 9ാം ക്ലാസ്. v square equal to u square plus 2as. 9ാം ക്ലാസ്. Snth equal to displacement in nth second equal to u plus a by 2 into u plus a by 2 into 2n minus 1. u plus a by 2 into 2n minus 1. ഇതാണ് ഈ വർഷം പഠിച്ച ഒറ്റ ഇക്വേഷൻ. +1. യെസ്, +1 പഠിച്ച ഇക്വേഷൻ കേട്ടോ. അപ്പൊ നമുക്ക് തൽക്കാലം ഇതിവിടെ വെച്ച് നമ്മൾ നിർത്തുകയാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് ഈ ചാപ്റ്റർ ഏകദേശം അവസാനിപ്പിക്കാം. ഓക്കെ, റൈറ്റ്. Okay.